നമുക്കെല്ലാവർക്കും നമ്മൾ വന്നിരിക്കുന്ന വ്യക്തികള്, ഈശ്വരൻ കടാക്ഷിച്ചിട്ടുള്ള ആളുകള്. അല്ലാത്തവർക്കൊക്കെ ഇത് നമ്മ പറയുമ്പോ നെഗറ്റീവാ തോന്നുന്നു, മേടിക്കാൻ തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഈശ്വരൻ അവർക്ക് അതിന് സമയം വരുത്തിയിട്ടില്ല. ആ സമയം വരുമ്പോ നമ്മളെന്ന് എല്ലാവരും മേടിക്കും. അപ്പോ പുഷ്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല. ആളിത് പഠിച്ച് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി മേടിച്ചു പോയ ഒറ്റ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടോറിയവും ഞാനും. അതൊരു വലിയൊരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോ പുഷ്കർ സാറിനെ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും കൂടി അനുമതിയോട് കൂടി സൂമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പുഷ്കർ സാർ, വെൽക്കം. താങ്ക് യു സാർ. സലീം സാർ അല്ലെ, നമുക്കെന്നും കാണുന്ന ഒരു മുഖം തന്നെയാണ് സലീം സാർ. അതേപോലെ നമ്മുടെ ഗീത മാഡം, രണ്ട് ഗീത മാഡം ഉണ്ട് കേട്ടോ. ഗീത പ്രകാശ് ഉണ്ട്, ഗീത സുരേഷ് ഉണ്ട് അല്ലെ. എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അതേപോലെ നമ്മുടെ ഭാസ്കർ സാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓൾ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ദിവസം, ബിസിനസ് എടുക്കാൻ വേണ്ടി ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എന്നെപ്പറ്റി ഇപ്പം സലീം സാർ പരിചയപ്പെടുത്തി. ഞാനൊരു 1.5 വർഷത്തോളമായി ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട്. എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പുഷ്കരൻ. സലീം സാർ പറഞ്ഞു, കണ്ണൂർ ജില്ലയിൽ പയ്യാവൂരാണ്. ഒരു 10-27 വർഷമായിട്ട് ചുമട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തൊഴിലൊക്കെ പിന്നെ നിർത്താനായിട്ടുണ്ട്. 1 വർഷം കൂടിയൊക്കെ എടുക്കാനുള്ളൂ, 60 വയസ്സിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നിർത്തുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ ബിസിനസ്സിലോട്ട് കയറിയത്. ഇതിനു മുമ്പ് ഒരു ചെറിയ ബിസിനസ് ചെയ്തിരുന്നു കുറച്ചു കാലം. അതിൻ്റെ ഒരു ബാലപാഠമൊക്കെ പഠിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ടൗണിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ എന്നെ ഒരു വ്യക്തി കണ്ടുപിടിക്കുന്നത്. കാരണം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന, ഈ ബയോടൂറിയത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിനെ നമുക്ക് ഒരിക്കലും ഓർക്കാതെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ പറ്റിയല്ല. ഒരുപക്ഷെ നമ്മൾ കൊണ്ടുവന്ന ആൾ പലരും, ചില അപ്ലൈൻ ലീഡർ ഒന്നും ഉണ്ടാവില്ല, അവരൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ അവരെയാണ് നമ്മൾ എത്തി. നമുക്കൊരു 100 പോയിന്റിന്റെ ബിസിനസ് അല്ലെങ്കിൽ 50 പോയിന്റ് ബിസിനസ് ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമുക്ക് അവരോട് കടപ്പാടുണ്ട് അല്ലെ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കൃഷ്ണൻ സാറാണ്. എൻ്റെ വീടുമായി ഒരു 5 കിലോമീറ്റർ അകലമുണ്ട്. പക്ഷേ ടൗണുമായിട്ട് 2-3 കിലോമീറ്റർ അകലേ ഉള്ളൂ. ഞാൻ അദ്ദേഹം ഇതിനു മുമ്പ് ബയോട്ടോറിയത്തിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2-2.5 വർഷമായി. അദ്ദേഹം ഇങ്ങനെ ആളെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. പുള്ളിയുടെ നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ ടൗണിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോരുത്തരോട് പറയുമ്പോൾ പറഞ്ഞു, അതാ നിങ്ങൾക്ക് പറ്റിയ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാളെ പോയി കാണാൻ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അയാൾ എന്തൊക്കെയോ ഉടായിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് പറ്റും, അയാളെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പൊ എന്നെ കണ്ടു, എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ഞാനൊരു ചെറിയ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷിച്ചു. അങ്ങനെ എന്നോട് ഇത് പറഞ്ഞു. പിന്നെ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. ഏകദേശം 1 വർഷക്കാലം എന്നെ ഇടയ്ക്ക് വയ്യാറ് വരും, ടൗണിൽ വരും, കാണും, സംസാരിക്കും. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ അതിന്റെ പരമാവധി, അതായത് നമ്മള് പിന്നെ നെല്ലിപ്പലക കാണുക എന്ന് പറയുന്നില്ല, എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാന ശ്വാസം വരെ അതിനകത്ത് നിന്നു. സൂമിലൊക്കെ കുറെ ആക്റ്റീവായി. അത് മുന്നോട്ട് പോകാതെ വന്നപ്പോൾ അപ്ലൈൻ ലീഡറൊക്കെ ഇതുപോലെ നിർത്തിപ്പോയി. ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ തന്നെ കുറെ ലീഡർമാർ നിർത്തി. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇതിനകത്തേക്ക് അദ്ദേഹം എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ബിസിനസ് ഇപ്പം സാമ്പത്തിക മാന്ദ്യമൊക്കെ അല്ല, അതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളുടേത് നല്ലോണം മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കൊരു 2-3 ലക്ഷം രൂപയൊക്കെ ഇതിലൂടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കത്തി. കാരണം ഞങ്ങൾ രണ്ടുപേരും 1 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ. അപ്പോൾ 3 ലക്ഷം കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയത് ആകെ 30,000 മറ്റേ ബിസിനസ്സിൽ. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു ഒരു മനസ്സിൽ തോന്നി ഇത്. കാരണം ബിസിനസിന്റെ സാധ്യത പഠിച്ചു. കാരണം ഓൺലൈൻ ബിസിനസ്സിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഏകദേശം ഒരു ധാരണ കുറച്ചു കാലം കൊണ്ട് മനസ്സിലായി. ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു, പക്ഷെ കുറെ കാര്യം മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ചോദിച്ച പുള്ളിയോട്, നിങ്ങൾക്ക് സൂം ഒക്കെ ഉണ്ടോ? അപ്പൊ ഞാനിങ്ങനെ ഒരു 6 മാസമായിട്ട് ഈ സൂമിലൊന്നും കയറാണ്ട് ഇങ്ങനെ ഇരിക്കുക, അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സൂം ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ആ സൂം ഉണ്ടെന്നാ പിന്നെ എന്റെ ലിങ്ക് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അപ്പൊ ലിങ്ക് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആവേശമായി. കാരണം എന്നെ എങ്ങനെ പെട്ടെന്ന് ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ലിങ്ക് അയച്ച് ഞാൻ ആദ്യമായിട്ട് ഈ ഈ ബയോട്ടോറിയത്തിന്റെ സൂമില് പിന്നെ ഇങ്ങനെ കയറിയിട്ട് ഓണാക്കി, ഇങ്ങനെ വീഡിയോ ഓണാക്കിയിട്ടിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ വീഡിയോ ഓണാക്കിയിരുന്നു. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ID അടിച്ചില്ല, എന്നെ രജിസ്റ്റർ ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അതൊന്നും എനിക്ക് അറിയത്തില്ല. രജിസ്റ്റർ ചെയ്തെന്ന് എന്നോട് പറഞ്ഞു. എന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു 5 ദിവസം 10 ദിവസത്തിനുള്ളിൽ ID അടിച്ചാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഞാൻ സൂമിൽ കയറി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ ഇത് ഓണാക്കിയിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇതിനകത്തൊരു പിന്നെ പുതിയൊരാളാണ്, എൻ്റെ പേര് ഇന്നതാണ്, പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് MC ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള പിന്നെ അലി മുഹമ്മദ് സാറായിരുന്നു. സാറ് പറഞ്ഞു, ഇത് പിന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്തവർക്കുള്ള മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം ആട്ടോ പറഞ്ഞു, ഇത് ജോയിൻ ചെയ്തവർക്കുള്ള മീറ്റിംഗ് ആണ്, അല്ലാത്തവർക്ക് ഇത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് മീറ്റിംഗ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു.
അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടാമത് കയറി പറയാനോ ഒന്നും നിന്നില്ല. കാരണം സൂം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം എനിക്കിത് അറിയണല്ലോ. അപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കാതെ 2 ദിവസം മീറ്റിംഗ് കയറി. അപ്പൊ 2 ദിവസം മീറ്റിംഗ് കയറിയപ്പോഴാണ് അറിയുന്നത് ഇത് ഒരു പിന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ആൾ ഒരിക്കലും പ്രൊഡക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല, ബിസിനസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം നെറ്റ്വർക്കിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയത് എന്താണ് നിങ്ങളെ ഉള്ളതെന്ന് അത് എടുത്തിട്ട് നമുക്ക് ചേരാം. അപ്പൊ അത്ര 4200 രൂപയ്ക്ക് ഒരു വാട്ടർ പേഡും ഒരു റിസ്റ്റ് ബാൻഡും കിട്ടും. അതൊന്നും എനിക്ക് അറിയത്തില്ല. 4200 രൂപ കൊടുത്താൽ ഇതിനകത്തേക്ക് വരാമെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ അതെടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മീറ്റിംഗ് കയറി 2 ദിവസം കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈ കമ്പനിയിലുണ്ട്. ഈ പ്രൊഡക്റ്റ് പിന്നെ ഇങ്ങനെ വലിയ വലിയ റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെന്നുള്ളൊരു വിവരം എനിക്ക് ഈ മീറ്റിംഗ് കയറിയപ്പോൾ മനസ്സിലായപ്പം പിന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇത് ഓണാക്കി ഈ വീഡിയോയിൽ വരണമെങ്കിൽ ഞാൻ ഇതിനകത്തേക്ക് ജോയിനിങ് ആണ്. അപ്പൊ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആയിക്കോട്ടെ, അങ്ങനെയാണ് ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് തന്നെ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പത്തെ 9800 ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി. അതും നിലവിൽ നമുക്കറിയാലോ എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും ഇത് വാങ്ങാൻ പെട്ടെന്ന് ഒരാൾക്ക് പറ്റില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് ടൗണിലല്ല ഇഷ്ടംപോലെ തമിഴന്മാർ ഇങ്ങനെ പലിശക്ക് കൊടുക്കുന്നുണ്ട്, ഒരു 10,000 രൂപ മേടിച്ച്. അപ്പൊ എന്റെ ധാരണ ഇത് തന്നെയാണ്, ഇങ്ങനെ മേടിച്ചാൽ ഈ പൈസ കൊണ്ട് തന്നെ അത് അടച്ചു തീർക്കാം. കാരണം മാസം ഒരു 10,000-4000 രൂപ, ഒരാഴ്ചയിൽ 1000 രൂപ വെച്ച് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പൊ അത് ഇതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മേടിച്ചിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തു. 10,000 രൂപ അല്ലാതൊക്കെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഇതിങ്ങനെ സുലഭമായിട്ട് കിട്ടും, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് കിടന്നു വന്നൊരു വഴി. അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ കടന്നു വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ എല്ലാ മീറ്റിങ്ങുകളിലും ഓരോ ലീഡേഴ്സും സംസാരിക്കുന്ന വിഷയം തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ദിവസവും മടുപ്പില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി പറ്റൂ. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ സലീം സാറും അതുപോലെ ഗീത സുരേഷ് മാഡം ഒക്കെ. കാരണം എത്ര കേട്ടാലും അവർക്ക് മടിയില്ല. അത് തന്നെയാണ് ഈ ബിസിനസിന്റെ വിജയം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും 1 CR അച്ചീവർ ആകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ലിസ്റ്റ് ഇടണം അല്ലെ. ഞാനും ആദ്യമായിട്ട് മറ്റേ ബിസിനസ് വന്ന് ഒരു 400 ആളുടെ ലിസ്റ്റ് ഇട്ട ഒരാളാണ്. അപ്പൊ ആദ്യം ഞാനും വിചാരിച്ചു എന്തിനാ ഈ ലിസ്റ്റ് ഇടുന്നത്, നമുക്കിപ്പോ ഈ ഇട്ടാളം വട്ടത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഇത് പറയല്ലോ ഉണ്ട്, അവരെ കൊണ്ടുവരല്ലോ ഉണ്ട്, അതുകൊണ്ട് ലിസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരുന്നു ഞാനും ആദ്യം. അതുപോലെ തന്നെ എനിക്ക് ടച്ച് ഫോൺ ഒന്നും ശരിക്കും കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല. ടച്ച് ഫോൺ ഒന്നും ശരിക്കും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഫോൺ വാങ്ങിയത്. അതിന് മുമ്പ് ഒരു നോക്കിയന്റെ ചെറിയ ഫോണാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പിന്നെ ഇതൊന്നും അറിയില്ല. അപ്പൊ എന്റെ ലീഡർ, അന്നത്തെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ട്, എന്നാലും മുഴുവനും നമുക്ക് പഠിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിനകത്തേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ലിസ്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ മറ്റേ യുവനസ് സാറൊക്കെ പറയുമ്പോൾ ഭ്രാന്തന്മാരെ പോലെ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഓരോ വീട്ടിലൊക്കെ ചെന്നിട്ട് 1 മണിക്കൂർ അങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുക, കാരണം ഇതിനെപ്പറ്റി അത്ര ഒരു ഇതില്ലല്ലോ. അങ്ങനെ സംസാരിച്ചപ്പം മനസ്സിലായി, ഇപ്പൊ ഒരു ദിവസം ഒരാളെ കണ്ട് 2 ദിവസം രണ്ടാളെ കണ്ട് അങ്ങനെ അങ്ങ് പോകില്ല. പോയി കഴിഞ്ഞാൽ കുറെ ആളായി കഴിഞ്ഞപ്പം ആരോട് പറഞ്ഞു ആരോട് പറഞ്ഞില്ല എന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ലീഡേഴ്സ് ഇങ്ങനെ ഓരോ മീറ്റിങ്ങിലും പറയുകയാണ്, നിങ്ങൾ ലിസ്റ്റ് എഴുതണം. അങ്ങനെ എഴുതി 10-400 പേര് ഞങ്ങൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചൊരു 10-30 ആളോട് പറയാൻ വലിയ അത്രയും പരിചയമുള്ളൂ. ഫോണിലൊക്കെ ഏകദേശം അന്നത്തെ കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 30 ആളുടെ ഫോൺ നമ്പറേ ഉള്ളൂ കയ്യിൽ ഈ ഫോൺ വാങ്ങുന്ന സമയത്ത്. കാരണം ഇതാണ് നമ്മുടെ ആയുധ ഫോണാണല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ വന്ന് അതൊക്കെ പഠിച്ചതിന് ശേഷം ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. അപ്പം ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് അല്ലെ, ഇതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ലിസ്റ്റിനെ പറ്റി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയണ്ട, എന്നും ലീഡേഴ്സ്മാർ പറയുന്നത്, ഇന്നലെ നമ്മളെ സുരേഷ് സാർ അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ലിസ്റ്റ് എഴുതുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനിപ്പോൾ വിശദീകരിച്ച് പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. കാരണം സാവകാശം പറയാൻ നിന്ന് ഇതൊന്നും ഇവിടെ എത്തൂല്ല, അതുകൊണ്ടാണ്. അപ്പൊ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ പരിചയക്കാരെ എഴുതി, നമ്മുടെ സുഹൃത്തുക്കളെ എഴുതി, നമ്മുടെ ബന്ധുക്കളൊക്കെ എഴുതി, അത് കഴിഞ്ഞ് പിന്നെ പുതിയ ആളുകളെ അങ്ങനെ കോണ്ടാക്ട് എഴുതി പോലെ. ഇപ്പൊ എന്റെ ലിസ്റ്റിനകത്ത് ഇപ്പൊ നിലവില് പിന്നെ 540 ആളുടെ പേര് ഞാൻ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 540 ആളെയും കറക്റ്റ് ആയിട്ട് ഈ ബിസിനസ് അവസരം എന്താണെന്ന്, ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞ ആളുകളാണ്, അവർക്ക് വാട്സപ്പിൽ അയച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇത് കൂടാണ്ട് ഒരു 1000 ആളോട് വേറെയും പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്റെ പണി ടൗണിലാണ്. അപ്പൊ അതുകൊണ്ട് ദിവസം പുതിയ ആളുകളെ കണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഒരു കടയിൽ വെച്ച് പറഞ്ഞിട്ട് ഒറ്റ പ്രസന്റേഷൻ കൊണ്ട് പ്രൊഡക്റ്റ് എടുത്ത ആളുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതിന് ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരുത്തരും പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് നമുക്കൊരു കല്യാണമൊക്കെ നടക്കണമെങ്കിൽ ഒരു 500 ആളെ വിളിക്കണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയാൽ പലരെയും വിട്ടുപോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് തയ്യാറാക്കണം. കാരണം ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട്
ആരെ വിളിക്കണം, എത്ര പ്രാവശ്യം വിളിക്കണം, ആരെങ്കിലും വിളിക്കാൻ ബാക്കി വന്നിട്ടുണ്ട്, ഇതൊക്കെ പരിശോധിക്കാനും പറ്റും. അതുകൊണ്ട് ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട. അതിന് പ്രചോർച്ചയൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്റെ തലങ്ങളിലേക്ക് പോയി ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളവരുടെ ലിസ്റ്റ് എഴുതുമ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ എഴുതണം. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ അവരെ കാണാൻ പറ്റുമോ നേരം, അവരുടെ ഫോൺ നമ്പർ അതിനകത്ത് ഉണ്ടാവും, അവരുടെ സ്ഥലം ഉണ്ടാവണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. അപ്പൊ നമ്മളൊരു ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഒരു ഒരു 90 ദിവസം ഒരു മിനിമം. ഇപ്പൊ ഇന്നലെ സുരേഷ് സാർ പറഞ്ഞൊരു 30 ദിവസം എന്ന് പറഞ്ഞിട്ട്, അതൊന്നും ഞാൻ തെറ്റു പറയല്ല. ഞാൻ എൻ്റെ ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും എടുക്കുമ്പോഴേക്കും നമ്മൾ ഇതൊരു സ്പീഡായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല വിജയങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പതുക്കെയും പോകാം, പിന്നെ സ്പീഡിലും പോകാമല്ലോ. അപ്പം ഈ നെറ്റ്വർക്കിന്റെ ഒരു സിസ്റ്റം പറയുന്ന ഒരു 90 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ടീമിനെ ഒന്ന് സെറ്റാക്കി നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇത് പതുക്കെ പോകേണ്ട ഒരു ബിസിനസ് അല്ല എന്ന് കാണാം. കാരണം ഒരു 30 വർഷം പണിയെടുത്താൽ ഉണ്ടാക്കുന്ന തുക നമുക്കിവിടെ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാം. ഏത് നല്ല ജോലി ചെയ്താലും ആ ഉണ്ടാക്കുന്ന പൈസ നമുക്ക് ഇവിടെ ഒരു 3 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പയ്യെ പോയാൽ പോരാ. അപ്പൊ ഇതൊരു ടീം വർക്കിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് എല്ലാവരും പിന്നെ ഒരു ആദ്യം വരുമ്പോൾ ഒരു ആവേശം കാണിക്കണം. ആ ആവേശം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുക. അതുപോലെയാണ് മനോജ് സാർ, നമുക്കറിയാം 10 മാസം കൊണ്ട് 1 കോടി നേടിയത്. ആ വന്നപ്പം ഉള്ള സ്പീഡ് സാറ് പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്. ആദ്യം തന്നെ ആദ്യത്തെ മാസം തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ എങ്ങാണ്ട് സാർ നേടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. പക്ഷെ എനിക്കൊന്നും അതുപോലെ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല കേട്ടോ. അതൊക്കെ അങ്ങനെ സാധിക്കണം എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിക്കണം, എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ഒന്നും ആവാൻ പറ്റൂലെങ്കിലും നമ്മുടെ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇത് നമുക്കറിയാം, ഇതൊരു ടീം വർക്ക് അല്ലേ. നമ്മള് ടീമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്റെ ടീമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനിപ്പോ കുറച്ച് കാലങ്ങളൊക്കെ ആയി വന്നിട്ട് കുറച്ചായെങ്കിലും ഒരു 34 പേർക്ക് ഞാൻ നേരിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അവർ ഐഡിയ അടിച്ചവരാണ്. അവർ 34 ആളുകൾക്ക് നേരിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 4 പേര് ഇപ്പോൾ ഐഡിയ അടിക്കാൻ ബാക്കിയാണ്. ബാക്കി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് നമുക്കറിയാം ഈ ഐഡിയ വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ അവരെ ഒന്ന് ഇതിനകത്തേക്ക് കൊണ്ടുവരണം. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഐഡിയ അടിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ ഇതിനിടയ്ക്കെല്ലാം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഐഡിയ അടിക്കാൻ പറ്റില്ല, വേണ്ട, നിങ്ങൾ ഭാര്യന്റെ പേരിൽ ഐഡിയ അടിക്കില്ല. അത് ഞാൻ ആലോചിക്കാം, പക്ഷെ പറയാൻ സമയം കിട്ടുന്നില്ല, എപ്പോ നോക്കിയാലും തിരക്കാം. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 3-4 പേര് കാറ്റഗറിയിൽ നിർത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഐഡി കിട്ടണം. കാരണം ഒരാൾ നീലേശ്വരമാണ്, ഇവിടുത്തെ കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് കുറച്ച് നാളായി. പുള്ളിയുടെ ഐഡിയ അടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ചില ആളുകളെ ഫേസ് ചെയ്തിട്ട് 3-4 പേര് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-38 ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള എൻ്റെ ടീമിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനുണ്ട്, റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ, അതായത് 4ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 സ്കൂളിലോട്ടാണ് പോയത്. അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പട്ടാളത്തില്. പുള്ളി ഇപ്പോൾ വന്നിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പിന്നെ കൂടെ തന്നെയുള്ള വേറൊരു പട്ടാളക്കാരനുണ്ട്. അപ്പൊ അദ്ദേഹമാണ് പിന്നെ ഈ ടോമി സാറിന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നത്. എൻ്റെ കൂടെയുള്ള ആള്. പക്ഷെ താമസമൊക്കെ മാറിയതുകൊണ്ട് കുറച്ച് അങ്ങനെ കാണാറില്ലായിരുന്നു. എന്തായാലും മറ്റു പട്ടാളക്കാരന്റെ ജോർജ് സാറിന്റെ അടുത്തായതുകൊണ്ട് അദ്ദേഹം കണ്ടു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആരുടെ കൂടെ ജോയിൻ ചെയ്യണ്ടേ, ഇന്നയാള്. ഞാൻ പറഞ്ഞു, കാരണം ജോർജ് സാറും എൻ്റെ കൂടെയുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോർജ് സാറിന്റെ കൂടെ നിന്നോന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അദ്ദേഹം വഴി ഒരു 11 പട്ടാളക്കാർക്ക് പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ നിലവിലുണ്ട്. അതില് പിന്നെ 5 പേര് ബോംബെയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബന്ധമായി വെച്ചിട്ട് 5 പേര് ബോംബെയിൽ, 5 പട്ടാളക്കാരുണ്ട്. പക്ഷെ അവിടെ ഒരു വലിയ ടീമിലേക്ക് വന്നില്ല. അവർ ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പട്ടാളക്കാരുടെ ഒരു വലിയ ഇപ്പൊ കഴിഞ്ഞ ദിവസം സതീശൻ സാർ, കൊയിലാണ്ടിയുള്ള സതീഷ് സാർ പറഞ്ഞപ്പോൾ പട്ടാളക്കാരെ പറ്റി പറഞ്ഞപ്പം ഇവരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. കാരണം പട്ടാളക്കാർക്ക് നമുക്കൊരു ബഹുമാനം ഉണ്ടല്ലോ അവരെ കാണുമ്പോൾ. അപ്പൊ ആ തരത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ അതുകൂടാതെ 2 മാഷന്മാർ, എൻ്റെ തൊട്ട് അയൽവക്കത്തെ വീട്ടിലുള്ള ഒരു മാഷ്, പാറ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷാണ്. ഇപ്പൊ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ബിസിനസ്സിലേക്കൊക്കെ വന്നേ ഉള്ളൂ. ഇപ്പൊ ക്രൈറ്റീരിയ ഒക്കെ പ്രത്യേക ഒരു 10,000 രൂപ ഒരു 100 പോയിന്റ് പിന്നെ ഫാമിലി ബോണസ് ഒക്കെ അടിച്ച് ഒരു പ്രൊഡക്റ്റ് ഒക്കെ അങ്ങ് വാങ്ങി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ 1-2 മാഷന്മാരുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ടീം. ഒരു ചെറിയ ടീം. എൻ്റെ ടീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതാണ് ഒരു ടീം. പിന്നെ നമുക്കൊരു ഒരു ടീമൊന്നും ഉണ്ടായാൽ എല്ലാവരും ഒരേപോലെ നമ്മളെ പോലെ ആക്റ്റീവായി നിൽക്കുന്നവരായിരിക്കുകയാണ്. അപ്പം അവരെന്ത് ചെയ്യണം, അവർ നമുക്ക് സൂമിലേക്ക് കൊണ്ടുവരാനുള്ള പിന്നെ പണിയായില്ലേ. നമുക്കറിയാലോ ഈ സൂമിന്റെ ഒരു അവസ്ഥ നമുക്കറിയാലോ. എത്ര ആള് നമ്മളുണ്ടെങ്കിൽ ഈ സൂമിൽ കയറാൻ പറഞ്ഞാൽ ഒരു മടിയായിരിക്കും. ഒരു ദിവസം കയറി, 2 ദിവസം കയറി, 3 ദിവസം കയറി കേട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഒരു മടുപ്പ് വരും. ആ മടുപ്പ് വരുമ്പോൾ ചിലർ പിന്നെ ഈ സൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ബിസിനസ്സിൽ നിന്നും പോകുന്ന നമ്മൾ കണക്ക് കൂട്ടണം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് സൂമിൽ കയറ്റി സ്ഥിരമായി ഇതിന്റെ കാര്യങ്ങൾ കേട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്തേക്ക് ആക്റ്റീവായി നിൽക്കും. അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നവരാണ് ബിസിനസ് കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് സൂമിലൊപ്പം ഈ പണ്ടൊരു ലീഡർ പറഞ്ഞു കേട്ടിട്ടുണ്ട്,
സൂമിൽ കയറി എല്ലാവരും ഒന്നും വിജയിക്കില്ല, പക്ഷെ സൂമിൽ കയറാത്ത ഒരാളും വിജയിക്കില്ല എന്ന് പറയുന്നത്. എന്റെ അർത്ഥം മനസ്സിലായില്ലേ? സൂമിൽ കയറി എല്ലാവരും വിജയിക്കില്ല, പക്ഷെ സൂമിൽ കയറാത്ത ഒരാളും വിജയിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സൂം വളരെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഡിയാണ് ഈ ബിസിനസിന്റെ. അപ്പൊ സൂമിൽ എല്ലാവരും കയറാനുള്ളൊരു കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പിന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ടത് ഞാൻ ഒന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഹൗസ് മീറ്റിംഗ്, അതുപോലെ തന്നെ ഹൗസ് മീറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയൽവക്കത്തുള്ളവരൊക്കെ വിവരം അറിയിക്കണം, നാട്ടിലുള്ളവരെ അറിയിക്കണം. അപ്പം ഹൗസ് മീറ്റിങ്ങുകളൊക്കെ വെക്കണം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ എൻ്റെ വീടിനടുത്ത് വീട് കുറവാണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാഗത്തോട്ട് ഈ ഭാഗത്തോട്ട് വീടില്ല, അപ്പുറ സൈഡിലേക്ക്. എന്നാലും ഞാൻ ഹൗസ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഈ ഹൗസ് മീറ്റിങ്ങിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 60% പിന്നെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഇത് സെയിൽ കിട്ടുന്നത് ഹൗസ് മീറ്റിങ്ങിലാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അവിടെ വന്നൊരു നല്ല ലീഡറൊക്കെ വിളിച്ച് ഒരു പ്രസന്റേഷൻ ഒക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു 60% സെയിൽ അങ്ങനെ വരും. മറ്റു വണ്ടി വണ്ണും മറ്റ് BOP-യിലൊക്കെ കൊണ്ടുപോയിട്ട് കിട്ടുന്നത് ബാക്കി 40% ഉള്ളൂ. അപ്പൊ അതാണ് ഹൗസ് മീറ്റിംഗ് വെച്ചുള്ള ഒരു ഗുണം. അപ്പൊ അത് വരുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അതെല്ലാം നമുക്ക് ഓരോ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നമ്മളിത് ആരെയാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ആരെ കൊണ്ടുവന്നാലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മളൊരു കണ്ടെത്തൽ നടത്തുന്നത് എപ്പോൾ നല്ലതായിരിക്കും. അപ്പൊ ആദ്യം ആരെ കാണണം എന്ന് ചോദിച്ചാൽ ആരെ കണ്ടേ? നമുക്കറിയാം ഈ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ? നല്ല ഇത് വേണം, നല്ലൊരു വിശപ്പുള്ളവരെ, ദാഹമുള്ളവരെ, ആവേശമുള്ളവരെ കണ്ടെത്തുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആഗ്രഹങ്ങൾ വേണം, വലിയ വലിയ ആഗ്രഹങ്ങളുള്ളവരെ കണ്ടെത്തുക. അപ്പം അങ്ങനെ ആഗ്രഹങ്ങളുള്ളവരെ കണ്ടപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലരുണ്ടാവും നല്ല സ്പീഡിൽ നടക്കുന്ന ആളുകൾ അല്ലെ? ചിലർ നല്ല സ്പീഡിൽ നടക്കുന്നവർ, അവർ സംസാരിക്കുന്ന കുറച്ച് സ്പീഡിലായിരിക്കും. അവരെപ്പോ നോക്കിയാലും ഒരു ബിസി ആയിരിക്കും, ഒരു തിരക്കൊക്കെ കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾ, അതുപോലെ തിരക്ക് കൂട്ടി ഭക്ഷണം കഴിക്കുന്നവർ, അവര് നമ്മളിപ്പോ ഒരു പുറമ്പിലൊക്കെ പണിയെടുക്കുന്ന ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നു, പെട്ടെന്ന് നടക്കുന്നു, പെട്ടെന്ന് സംസാരിക്കുന്നു. ആ തരത്തില് പിന്നെ എപ്പോ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താം. പിന്നെയോ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കുന്ന ആൾ, ചിലപ്പം ഒന്നും വീട്ടിൽ 10 പൈസ എടുക്കാൻ കയ്യിലുണ്ടാവില്ല, പക്ഷെ അവരുടെ നടപ്പും എടുപ്പല്ല ഇവിടെ നല്ല അടിപൊളിയായിരിക്കും, നല്ല ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല ഒരു രീതിയിൽ അവർ നടക്കും. അപ്പൊ അങ്ങനെയുള്ള ആളെ, വലിയ തൊഴിലൊന്നും ഇല്ലാത്ത ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്നത്, വലിയ തൊഴിലൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യം ആളുകളോടൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ കണ്ടെത്തി കൊണ്ടുവന്നാൽ നമ്മുടെ ടീമിൽ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ പ്രയോജനം ചെയ്യും. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മളൊക്കെ ഓരോ വാർഡിൽ കൂടി വന്നാൽ നമ്മുടെ ഒരു ബൂത്തിനകത്ത് 1000 1200 വോട്ടർമാരുണ്ടാവും അല്ലെ? പക്ഷെ 1000-ൽ ഒരാള് നെറ്റ്വർക്കർമാരുണ്ടാവുള്ളൂ. അതായത് നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, 1000-ൽ ഒരാളെ നെറ്റ്വർക്കർമാരുണ്ടാവും. ഒരു പഞ്ചായത്തിൽ ഒരു 10 വാർഡ് ഉണ്ടെങ്കിൽ ഒരു 10 പേരൊക്കെ ഉള്ളൂ നെറ്റ്വർക്കർമാർ. നമ്മുടെ പ്രദേശമൊക്കെ വട്ടത്തിൽ നോക്കിയാലും. പക്ഷെ ചില സ്ഥലത്തൊക്കെ കൂടുതലുണ്ടാവും. ഇപ്പൊ ഈ കോഴിക്കോട് സൈഡിലൊക്കെ നല്ല ഒരുപാട് നെറ്റ്വർക്ക് ചെയ്തവരാണ്. അപ്പൊ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഇതിനൊരു വലിയ മൈനസ് ഉണ്ട് അല്ലെ? ഈ നെറ്റ്വർക്കിന് വലിയൊരു മൈനസ്, മണി ചെയിൻ. ഇപ്പൊ ആരോട് പറഞ്ഞാലും മണി ചെയിൻ എന്ന് പറഞ്ഞാൽ അവർ ഓക്കെയാ, പക്ഷെ വേറെ ഒന്നും അറിയത്തില്ല. പണ്ട് ഈ തേക്ക് മഞ്ച് മാടുന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതേപോലെ ഈ പണ്ട് കുറെ കാലം ഇതുപോലെ പല രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ട്, അമേരിക്കയിൽ നിന്നൊക്കെ ആയാലും കടന്നു വന്നിട്ട് പല പല ബിസിനസ്സുകൾ മണി ചെയിൻ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കുറെ കാശൊക്കെ പോയി, ഇതൊക്കെ കുറെ കേസൊക്കെ ആയി. അങ്ങനെയുള്ള ആ ഒരു കാര്യം ജനങ്ങൾക്ക് അറിയാവുള്ളൂ. അപ്പൊ ഇതൊരു കൊള്ളാത്തൊരു ബിസിനസ് ആണെന്നുള്ളൊരു നില വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പം ഒരുപാട് മാറ്റം. നമുക്ക് 2016 കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊരു നിയമം കൊണ്ടുവന്നു, മോശമായ കമ്പനീനെ മാറ്റി നിർത്താൻ ഇതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ഒരു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇതിന്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2016 കൊണ്ടുവന്നു. 2000-ല് പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് നെറ്റ്വർക്ക് ബിസിനസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിയമപരമായിട്ട് നടത്താൻ പറ്റുന്ന ബിസിനസ് മാത്രമേ ഇപ്പൊ ഇവിടെ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ കംപ്ലൈന്റ് കൊടുത്താൽ അത് കേസായി. എന്നാലും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ, ഞാൻ സ്പീഡിൽ പറയുന്നത് ഇത് പറഞ്ഞു തീരാത്തൊരു വിഷയം ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഒരു 10 ലക്ഷം രൂപ കൂടുതലുള്ള ഒരു ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനെല്ലാ സംവിധാനങ്ങളും ഇപ്പൊ വന്നിട്ടുണ്ട്. 2023 എല്ലാം ലീഗലായിട്ട് ഇത് ചെയ്യേണ്ടത് എല്ലാ യൂണിയനുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൈനസ് ഇവിടെ ഉണ്ടായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോ നമ്മുടെ നാട്ടിലെ ഈ ഇതിനൊരു മൈനസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയാറുള്ളൂ, ഒരു ദിവസം തന്നെ ഒരു 1 ലക്ഷത്തിലൊക്കെ മേലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ വെറുതെ ഇരിക്കുമോ? ഇതിനകത്തേക്കല്ലേ വരും, വേറെ ഏതെങ്കിലും ജോലിക്ക് പോകും? നമ്മൾ ചിന്തിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ റീപർച്ചേസിംഗ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് 50 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഇവിടെയുള്ള എല്ലാ ബുദ്ധിമാന്മാരായിട്ടുള്ള കുറെ ആളുകളുണ്ടല്ലോ, വലിയ തൊഴിൽ ചെയ്യുന്നവര്, നല്ല സാമർത്ഥ്യമുള്ളവരൊക്കെ ഉണ്ട്. അവരൊന്നും പിന്നെ ഇങ്ങോട്ട് വരണ്ടേ? ഈ പൈസ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും, എന്താണ്ടാ വരാത്തത്? അപ്പൊ ഇതിനൊരു മൈനസ് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ മൈനസ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് പോസിറ്റീവിലേക്ക് വരാൻ പറ്റുന്നത്. എല്ലാവരും മൾട്ടി ലെവൽ നഴ്സിംഗ് സെന്ററിൽ ഇതിങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും പോയി കാണാൻ പറ്റും, ഇത് ഞാൻ മറ്റേ കമ്പനി കൂടി അല്ല ഈ കമ്പനി കൂടി എനിക്ക് നല്ല വരുമാനം ഉണ്ടെന്ന് പറയും, നമുക്ക് ആളെ കിട്ടൂല. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ടായിട്ട് നമുക്ക് ഈ മൈനസിൽ നിന്ന് പോസിറ്റീവ് ഉണ്ടാക്കാം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മൈനസിനെ ഒന്ന് മാറ്റിയെടുക്കണം. സമൂഹത്തിലുള്ള മൈനസിനെ മാറ്റി പോസിറ്റീവിലേക്ക് വരുമ്പോൾ കാലഘട്ടം കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലേക്ക് കയറി വന്നോളും. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അറിയാം, ഇതൊരു പാസീവ് വരുമാനം കിട്ടുന്ന പിന്നെ മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണ് അല്ലെ. പാസീവ് വരുമാനത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല്, ഒരു പാസീവ് വരുമാനത്തെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എന്നാലും ഞാൻ ചുരുങ്ങി ഒരു ഒന്ന് രണ്ട് ഉദാഹരണം, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ ഞാൻ ഇത് ഈ ഫീൽഡിൽ ഇറങ്ങി പഠിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ പാസീവ് വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ നമുക്ക് ആ ജോലി അവിടെ നിന്നു പിന്നെ ഒരു 6 മാസം മുന്നിൽ പണിയെടുത്ത പൈസയും കൂടെ പോകും. അപ്പൊ നമുക്ക് പാസീവായിട്ടൊരു വരുമാനം കിട്ടുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പയ്യ ഒരു കട നടത്തുന്ന ആളാണ്. അയാൾ മലഞ്ചരക്ക് കടക്കാരനാണ്. അയാൾക്ക് അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഒരു വലിയ ബിൽഡിംഗ് അങ്ങ് സ്ഥാപിച്ചു. വലിയ ബിൽഡിംഗ് സ്ഥാപിച്ചു. ഏതാണ്ട് 90ഓളം റൂമുകൾ അതിനകത്തുണ്ട്. 90ഓളം റൂമുകളുണ്ട്. നമുക്ക് ചുരുക്കം നമ്മൾ പറഞ്ഞാൽ ഒരു 100 റൂം കണക്ക് കൂട്ടാം. അപ്പൊ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിന്റെ കട അപ്പുറം നിൽക്കുന്ന ഞാൻ ടൗണിന്റെ ഇപ്പുറം നിന്ന് ഇദ്ദേഹത്തോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ബിസിനസിനെ പറ്റി ഞാൻ പറയാണ്. അവിടെ വഴി സൈഡിൽ നിന്നിട്ടാ പറയുന്നത്. അപ്പൊ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ കട ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കോടി മുടക്കി? അപ്പം അതൊന്നും പറയല്ല, എന്നാലും പറയും. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഒരു നല്ലൊരു കോടി, ഒരു 10-40 കോടി എന്നുള്ള ഒരു കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു, അത്രയും പൈസ മുടക്കിയിട്ടില്ല നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. പക്ഷെ എന്റെ ഈ ബിസിനസ്സിനകത്ത് ഒരു കോടിയും മുടക്കണ്ട. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങ്, എന്നിട്ട് നിങ്ങളൊരു ഐഡിയ അടിച്ചാൽ മതി. നിങ്ങൾക്ക് പണിയെടുക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വലിയ ബിൽഡിങ്ങിലുള്ള എല്ലാ റൂമിലും ഒരു റൂമിന് 10,000 രൂപ വെച്ച് വാടകയ്ക്ക് കൊടുത്താൽ ഒരു മാസം 10 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഒരു മാസം 10 ലക്ഷം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഉണ്ടാക്കാനും പറ്റും. പക്ഷെ ഒരു ടീമിനൊക്കെ സെറ്റ് ചെയ്ത് പോയാൽ മതി എന്ന് പറയും. അതാണ് ഒരു പാസീവ്. അപ്പം ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ ഓണർ ഇപ്പം കോടികൾ മുടക്കിയിട്ട് ഉണ്ടാക്കി ഈ വാടക, അദ്ദേഹം മരിച്ചു പോയാലും ആ വാടക കിട്ടും, അവരുടെ അവകാശിക്ക് കിട്ടും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ബിസിനസ്സും. നമുക്ക് ഒരു പാസീവ് ഇൻകം, നമ്മളൊരു നല്ല ടീമിനെ സെറ്റ് ചെയ്ത് പാസീവ് ഇൻകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളൊരു നോമിനിനെ വെച്ചിട്ടല്ലേ ഇതിനകത്തേക്ക് വരുന്നത്. നമ്മുടെ കാലശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം കയറും. അപ്പൊ അതാണ് ഈ പാസീവ് ഇൻകത്തിന്റെ ഒരു പ്രത്യേകത. അതായത് ഉറങ്ങി കിടക്കുമ്പോഴും പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ പണിയെടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ അതിനകത്തൊരു കാര്യം. അതൊക്കെ നമ്മൾ യൂട്യൂബൊക്കെ നമ്മൾ കുറെ നോക്കുന്നവരാണ് എല്ലാവരും തന്നെ. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരപ്പം യൂട്യൂബൊക്കെ നോക്കും. ഞാനും കുറെ കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് തന്നെയാണ്. ഇങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ബിസിനസിന്റെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ. വേറെ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കാൻ വേറെ ഒരു ഇതുമില്ല. നമ്മൾ നിരന്തരം ആളുകളോട് പറയാം. ഒരാളോട് ഒരു ദിവസം പറഞ്ഞാൽ പോലും 90 ദിവസം ആകുമ്പോഴത്തേക്ക് 3 മാസം ആകുമ്പോൾ 90 ആളായി അല്ലേ. അപ്പൊ അത് 2 ആളോട് പറഞ്ഞാലോ 180 ആൾ, 3 ആളോട് ഒരു ദിവസം പറയാൻ തയ്യാറായാലോ 270 ആളായി. അപ്പൊ അതുകൊണ്ട് മനോജ് സാറൊക്കെ എപ്പം പറയുന്ന പോലെ നമ്മൾ ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഒരു 5 പേര് 6 പേര് 7 പേരോടൊക്കെ ഒരു ദിവസം പറയാൻ പറ്റും. അങ്ങനെയാണ് ഒരു മാസം എത്ര ആളായി നമ്മളൊന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ നിരന്തരം ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേറെ ഒരു വിഷമവും ഇല്ല. ആളുകളോട് പ്രസന്റ് ചെയ്യാൻ നമ്മളൊന്ന് പഠിക്കാം. അങ്ങനെ പഠിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്കൊരു നോളജ് വേണം. ഈ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് ആ ബിസിനസ്സിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ പിന്നെ പ്രൊഡക്റ്റും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആകെ 2-3 കാര്യങ്ങളുള്ളൂ. നമുക്കറിയാം, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കും, ഓക്സിജൻ ലെവൽ എൻഹാൻസ് ചെയ്യും, അതോടൊപ്പം നമ്മൾ റേഡിയേഷൻ, ഈ 3 കാര്യമുള്ളൂ. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ പിന്നെ കിട്ടുന്ന ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പിന്നെ സൂമിലൊക്കെ കയറി എല്ലാവരും എന്ത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആർക്കും പറയാൻ പറ്റും. അതിനൊരു വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, പ്രായപരിധി ഒന്നുമില്ല, ആർക്കും പറയാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് എവിടെ വേണേലും എങ്ങനെയും നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയുള്ളൂ. നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത ഒരാളെ, ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒരു ഫോളോ അപ്പ് വേണം അല്ലെ. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയി കണ്ട ഒരാൾ നമ്മുടെ കൂടെ വരുമോ? ഈ കഴിഞ്ഞാൽ മിനിങ്ങാന്ന് എനിക്ക് ഒരാളെ കിട്ടിയത് 6 മാസം മുമ്പ് പറഞ്ഞ ആളാ. 6 മാസം മുമ്പ് പറഞ്ഞ ആൾ വൈക്കോട് പോകുമ്പോൾ വെറുതെ അങ്ങനെ സാധനത്തിന്റെ റേറ്റ് എത്രയാണ്? കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പിന്നെ ക്യാൻസറിന്റെ പ്രശ്നമുണ്ട്, പ്രശ്നം റിമൂവ് ചെയ്തതാണ്. അപ്പൊ ആ പ്രശ്നത്തോട് എങ്ങനെ ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാൾ ഈ സാധനം മേടിക്കുന്നു മനസ്സിലായി. ഉടനടി അതിന്റെ റേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, സാധനം ഫില്ലിംഗ് ആയി, സാധനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത്രയുള്ള ഇതിനകത്തെ കാര്യം. നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും. ഇനിയിപ്പോ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാലോ,
ആളുകൾ ഇപ്പൊ പണ്ട് നമ്മളെ പത്തനാപുരത്തുള്ള രാജു സാറൊക്കെ പറയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഇപ്പൊ നമ്മൾ വീടിന് മുന്നിൽ വേണം നമുക്ക് ഇവോട്ടോറിയത്തിന്റെ ബോർഡ് വരെ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ മാറാൻ പോവുക കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്ക്. ആ അവസ്ഥയിലോട്ട് നമ്മുടെയൊക്കെ ബിസിനസ് മാറുന്നുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലാകാതെ ചിലരൊക്കെ ഇത് തുടക്കത്തിലെ തന്നെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. അവര് പോട്ടെ, നമുക്ക് എന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ വേറെ ഒന്നും വേണ്ട, 3-4 വർഷം കൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റായി എന്ന് കണക്ക് കൂട്ടുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് ഇതിനകത്ത് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ലീഡർ തന്നെയാണ്. എന്നെ കൊണ്ടുവന്ന ആൾ തന്നെയാണ് എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാം, ഇതിന്റെ ഒരു ബൈനറിയിലാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്, 2 സൈഡാണല്ലോ നമുക്കുള്ളത്. അപ്പൊ അതിനകത്ത് പ്ലേസിങ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോ ഒരാളെ കൊണ്ടുവരുമ്പോൾ അവരെ എവിടെ പ്ലേസ് ചെയ്യണം, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യാതെ എല്ലാ ലീഡർമാരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്, ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ളവരെ നമ്മൾ ഒരു ബൈനറിയിൽ താഴെ ഇട്ട് ഇനി അപ്പുറത്ത് ഭാഗത്തുള്ള ഒരാളെ കൊണ്ട് ഇവിടെ ഇട്ടാലോ, അപ്പൊ നമ്മൾ ടീം പെട്ടെന്നൊന്ന് സ്പ്രെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൽ തന്നെ നമുക്ക് ആദ്യം ഒരു ചെറിയ ടീമിനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വേഗത കൂട്ടാൻ എളുപ്പമാണ്. ഇപ്പൊ ഒരാളങ്ങ് ഇപ്പൊ ഇവിടെ പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ അല്ല കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ വയനാട് ജില്ലയിലൊക്കെ വന്നാൽ നമുക്കിത് പോകാനും വരാനൊക്കെ ഭയങ്കര യാത്രാച്ചെലവ് വരും. ഇപ്പൊ ആദ്യം തന്നെ എൻ്റെ ലക്ഷ്യം അതാണ്, അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എളുപ്പ വഴി കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ ആളുകളൊക്കെ ഏതായാലും എൻ്റെ ടീമിലോട്ട് ഇപ്പൊ വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മള് പിന്നെ ആദ്യമൊക്കെ വരുമ്പോൾ നമുക്കറിയാലോ, ഒരാളും നമ്മളെ പോലെ അങ്ങനെ ഉഷാറായിട്ട് വരുന്നവരല്ല. അപ്പൊ അവരുടെ ക്രൈറ്റീരിയ ഒക്കെ പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ നല്ല കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ആ ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് പൂർത്തിയാക്കി അവരെ ഈ സൂമിലോട്ടൊക്കെ കൊണ്ടുവന്ന് അവരെ പിന്നെ വണ്ടി കൊണ്ടൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവരെയൊക്കെ കൂട്ടി പോയാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂട്ടത്തിലോട്ട് വരും. അങ്ങനെ ഓരോരുത്തരും പതുക്കെ പതുക്കെ കൊണ്ടുവരും. ആരെ സ്പീഡിൽ ഇങ്ങോട്ട് നിർബന്ധിച്ചാൽ ആരും വരികയില്ല. അവരുടെ സമയത്തിനും കാലത്തിനും ഒക്കെ കണ്ട് അവരുടെ കൂടെ നമ്മൾ നിന്നാൽ, നമുക്ക് സമയം കണ്ടെത്തി നിന്നാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലോട്ട് അവരെ കൊണ്ടുവരാൻ പറ്റും. ഇത് ഉള്ളിലൊരു തീ കത്താനുണ്ട് അല്ലെ, ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ്. പല പിന്നെ കൊണ്ടുവന്ന പലരോടൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളെ കാണിച്ചുതരാം, അവിടെ ഒരാളുണ്ട് എന്ന് പറയും. സാധാരണ രീതിയിൽ പറയുന്ന ചില ആളുകൾ പറയുന്നത് എങ്ങനെയാണ്, അവിടെ ഒരാളുണ്ടോ, നിങ്ങളൊന്ന് പോയി സംസാരിച്ചെന്ന് പറയും. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറയും, നമുക്കെന്തോ ഗുണം കിട്ടുന്ന കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് സംസാരിച്ച് ഞാൻ ആളെ കാണിച്ചു തരാം. ഇവിടെ ആൾക്ക് വല്ല വിഷമുണ്ടോ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അറ്റാക്കും സ്ട്രോക്കും വെരിക്കോസും പൈൽസും തൈറോയിഡും മൈഗ്രെയിൻ തലവേദന, ഇങ്ങനെ പറഞ്ഞു പോയാലൊരു വൈദ്യം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ അസുഖമില്ലാത്ത ആരാ നാട്ടിലുള്ളത്? നമ്മുടെ വീട്ടിലൊന്ന് പരിശോധിച്ച് എന്താ അസുഖമില്ലാത്തത്? ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് പിന്നെ ഞാൻ ബിസിനസ് മാത്രം വിചാരിച്ചിട്ട് വന്നയാളാ. എനിക്കൊരു അസുഖമില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്കും ഉണ്ട് അസുഖങ്ങൾ. ഒരു കാലിനൊരു ചെറിയ വെരിക്കോസിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ വെരിക്കോസ് ഒക്കെ പല സൈസ് ഉണ്ട്. ചിലത് വേഗം പോകും, ചിലത് പിന്നെ താമസിക്കും, ചിലത് നമ്മൾ ശരിക്ക് പിന്നെ എല്ലാ വെരിക്കോസും പോകും. പക്ഷെ നമ്മൾ അതുപോലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും പഠിക്കണം. വെരിക്കോസിനൊക്കെ കാലിലൊക്കെ ചിറ്റി കെട്ടിയിട്ട് 30 ദിവസം അവിടെ തന്നെ വെച്ചാൽ ഓട്ടോമാറ്റിക് ആ വെരിക്കോസ് ആണ് പോകും, പൊങ്ങിയിരിക്കുന്നത്. അതുപോലെ പൊട്ടിയൊലിക്കുന്ന വെരിക്കോസ് ഒക്കെ അങ്ങ് പോകും. അപ്പൊ ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്ത ആളുകൾ നാട്ടിലില്ല, ഇഷ്ടംപോലെ രോഗികളുണ്ട്. നമ്മൾ രോഗികളെ തപ്പിയാണെങ്കിൽ നമുക്ക് എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ അഭിലാഷ് സാർ പറയുന്നത് ഞാൻ 86 ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇത് നമുക്കൊരു 100 ആളിലേക്കൊക്കെ എത്തിക്കാൻ നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളുകളെയും കൂടെ കൂട്ടിപ്പിടിച്ച് അവരുടെ കോണ്ടാക്ട് കൊണ്ട് അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ആ ക്രൈറ്റീരിയ ഒക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോയാൽ മതി. ഞാൻ ഇച്ചിരി സ്പീഡിലാ പറയുന്നത് തോന്നുന്നല്ലേ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ സാറേ? ഇല്ല 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 ഇല്ല, പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. നമുക്ക് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് കമ്പനി ക്യാമറ ഓഫ് ആക്ക്, ക്യാമറ ഓഫ് ആക്ക്, റേഞ്ച് പോയി. ക്യാമറ ഓഫ് ആക്ക്. ക്യാമറ ഓഫ് ആക്കി സംസാരിച്ചു നോക്കിയ. റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയി. സംസാരിച്ചോന്ന് സംസാരിച്ചോ സാറേ, സംസാരിച്ചു നോക്കിയ പ്ലീസ്. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, കാരണം ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വീഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത്, നമുക്കൊരു വലിയൊരു കമ്പനിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ കമ്പനി കാണാൻ ഞാനും മനോജ് സാർ അടക്കം ഞങ്ങൾ 21 ആൾ, എന്റെ ടീമിൽ നിന്ന് തന്നെ ഒരു 5 പേര് അന്നുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ 21 ആളുകൾ പോയി കമ്പനിയെല്ലാം കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനും ഇല്ലാത്ത ഇതുപോലൊരു കമ്പനി വേറെ ഒരു ബിസിനസ്സുകാർക്കും ഇല്ല. അപ്പൊ കമ്പനിയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങോട്ട്. കാരണം കമ്പനി നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1,00,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കമ്പനിയാണ്. ട്രഡീഷണൽ ബിസിനസ് ഏതാണ്ട് 2008 മുതൽ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. അങ്ങനെയാണ് 2020 ഒക്ടോബർ 9-10 തീയതിയോട് കൂടിയിട്ടാണ് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ, കമ്പനിയെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഒന്നും പറയാറുള്ളതാണ്, എന്നാലും ഒന്ന് അത് കണ്ട സ്ഥിതിക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവിടുത്തെ നമ്മൾ ഏതൊരു വലിയ കമ്പനി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനീന്റെ മാനേജറെ പോയി കാണാൻ പോയാലും നമുക്ക് കാണാൻ പോലും അവസരം കിട്ടും. ഇവിടെ എന്തുണ്ട്, നമ്മുടെ കമ്പനിയുടെ MD-നെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന വളരെ സുതാര്യമായിട്ടുള്ള ഒരു കമ്പനിയാണ്. കാരണം അവിടെ ചെന്നാൽ നമുക്കും ബോധ്യപ്പെടും ഇത് നമ്മുടെയും കമ്പനിയാണെന്ന് ഒരു മനസ്സിലൊരു ധാരണ വരും. അപ്പം അതുപോലെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട് ദാദറില്. അപ്പൊ അത് അതിന്റെ 46-ാമത്തെ നിലയാണ്. അവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദുബായിലോട്ട് ദുബായിലൊക്കെ ഞാൻ ദുബായിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എന്റെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ചേട്ടന്റെ മോള് വിളിച്ചിട്ട് ആ കൊച്ചച്ഛൻ എവിടെയാ ദുബായിലാണോ ഉള്ളതെന്ന് ചോദിച്ചത്. കാരണം ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുള്ളൂ. അപ്പൊ അതേപോലത്തെ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലാണ് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡൽഹിയിൽ ഒരു ഓഫീസ് ഉണ്ട്. 2008 ആരംഭിച്ച കമ്പനിയാണ്. അപ്പൊ ട്രഡീഷണൽ ബിസിനസ്സിൽ 25ഓളം രാജ്യങ്ങളിലേക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനിയുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, മറ്റൊരു കമ്പനിയിലും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ പിന്നെ ബയോമാഗ്നറ്റിക് മാറ്റർ സ്പീഡ് പിന്നെ നിർമ്മിക്കുന്ന ജപ്പാനിലൊക്കെ ഉണ്ട് അതിന്റെ കടക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും സുതാര്യമായിട്ട് ചെറിയ ലാഘവത്തോടു കൂടി എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം പിന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം കടക്കയിൽ കടന്നു കഴിഞ്ഞാൽ അസുഖം മാറുമോ, കയ്യെ കെട്ടിയ അസുഖം മാറുമോ, ഈ വെള്ളം കുടിച്ചാൽ അസുഖം മാറുമോ എന്ന് ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത് പറഞ്ഞാൽ. ഇപ്പൊ ഞാനൊക്കെ ഈ സൂമിൽ കയറിയിട്ട് ഇങ്ങനെ സലീം സാറിനെ പോലെയൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ച ആളാണ്. ഒന്നും എഴുതി പഠിച്ചിട്ടില്ല, ഒന്നും വായിച്ച് പഠിച്ചിട്ടില്ല. അപ്പൊ കേട്ട് പഠിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ ഇത് കയ്യെ കെട്ടുന്ന, നമുക്കറിയാം റിസ്റ്റ്ബാൻഡ് കയ്യെ കെട്ടുന്നത് വേറെ ഒന്നുമില്ല, നമ്മളെ ബ്ലഡിന്റെ തിക്കൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെ ഈ വെള്ളക്കുപ്പിന്റെ മുകളിൽ കെട്ടുന്ന എന്തിനാ, വെള്ളത്തിന്റെ കട്ടി ലേശം കുറയ്ക്കും. അപ്പൊ വെള്ളത്തിന്റെ കട്ടി നമുക്കറിയാം ഒരുപാട് തന്മാത്രകളുടെ കൂട്ടങ്ങളാണ് ജലം, അതിന്റെ ഒന്ന് വിഘടിപ്പിക്കുക. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പിന്നെ നമ്മളൊരു കൂട് തൈര് മേടിച്ചിട്ട് പിന്നെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് സ്വിച്ച് ഇട്ടാൽ അത് മോരായി അല്ലെ. അപ്പൊ അതിന്റെ കട്ടിയങ്ങ് പോയി. അപ്പൊ അതേ പണിയാണ് നമ്മളെ ഈ പുറകെ കയ്യെ കെട്ടുമ്പോൾ അതിനെ നടക്കുന്നത്. ഇവിടെ ഒരു പുഷ്പുൾ ആക്ഷൻ നടത്തി നമ്മളെ ബ്ലഡിന്റെ തിക്കൻസ് കുറയ്ക്കുന്നു. അപ്പൊ അത് അങ്ങോട്ട് പറഞ്ഞു പോയ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ഈ കൈത്തണ്ട മുറിച്ചിട്ട് ഒന്ന് വെള്ളത്തിലോട്ട് വെച്ച് നോക്കി, വെള്ളത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് 5 ലിറ്റർ ബ്ലഡ് പുറത്തു വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെൽവരാജൻ സാറ് പറയുന്നത് കേട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5 ലിറ്റർ 6 ലിറ്റർ ബ്ലഡ് ഉള്ളതെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു പിന്നെ 5 മുതൽ 7 ലിറ്റർ വരെ ബ്ലഡ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ കൈത്തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് 5 ലിറ്റർ വരുമെങ്കിലേ ഒരു മണിക്കൂർ കൊണ്ട് എത്ര വരും നമുക്ക് കണക്കൂട്ടിയാൽ അറിയാം, ഒരു 300 ലിറ്റർ ബ്ലഡ് പുറത്തു വരും. അപ്പൊ അതൊരു ദിവസത്തെ 24 മണിക്കൂർ കണക്കൂട്ടിയാലോ 7200 ലിറ്റർ ബ്ലഡ് പുറത്തു വരും. അത്രയും സ്പീഡിൽ നമ്മുടെ കൈത്തണ്ടയിലൂടെ അല്ലെങ്കിൽ ശരീരത്തിലൂടെ ബ്ലഡ് സഞ്ചരിക്കുന്നു. അപ്പൊ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം 4% അയൺ കണ്ടന്റ് ഉണ്ട് ബ്ലഡിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നിയോഡൈമിയം കാന്തമാണ്. അപ്പൊ ഈ കാന്തവും ഇരുമ്പും കണ്ടാൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് കയ്യിൽ കെട്ടി വെക്കുന്ന സമയത്ത് ഇതിലെ ബ്ലഡ് സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പുഷ്പുൾ ആക്ഷൻ നടത്തി ബ്ലഡിന്റെ തിക്കൻസ് കുറയ്ക്കുന്നു. അപ്പൊ അതേ പണിയാണ് നമ്മൾ പിന്നെ വാട്ടറിന്റെ ചിപ്പടി ചുറ്റി കെട്ടി വെക്കുമ്പോൾ വെള്ളത്തിന്റെ കട്ടിരസം കുറയും. ഇത് രണ്ടും കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിനായ കോശങ്ങളിലേക്ക് ഈ നമുക്ക് ആവശ്യമുള്ള ഓക്സിജനും അതുപോലെ തന്നെ വെള്ളവും അതുപോലെ ന്യൂട്രീഷ്യൻസും ഒക്കെ എത്തിക്കാൻ നമ്മളെ ബ്ലഡാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്തിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം കോടിക്കണക്കിന് സെല്ലുകളാണുള്ളത്. ഈ സെല്ലിനെല്ലാം എന്തുണ്ടെന്ന് വെച്ചാൽ ജീവനുണ്ട്. ഈ ജീവനുള്ളതിന് എന്തൊക്കെ വേണം, വെള്ളം വേണം, വായു വേണം, ഭക്ഷണം വേണം. ഇത് കൊണ്ടുകൊടുക്കുന്ന ആരാ, ബ്ലഡാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുകൊടുക്കണം എന്ത്, കട്ടി ബ്ലഡിന്റെ ലേശങ്ങൾ. ഇപ്പൊ കട്ടി കൂടുതലായതുകൊണ്ട് വോൾട്ടേജ് ഇല്ലാത്ത ബൾബ് കത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് വോൾട്ടേജ് ആക്കി മാറ്റുന്ന പണിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പോരും. അപ്പൊ ഈ കോശങ്ങളുടെ ആയുസൊക്കെ നമുക്കൊന്ന് കണക്കൂട്ടി നമുക്കറിയാം, ഒരു കോശത്തിന് ഏതാണ്ട് 120 ദിവസത്തെ ആയുസുള്ളൂ. അതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. പ്ലാവിന്റെ ഇല ചാടുമ്പോൾ പഴുത്തത് ചാടും, പച്ച വരും, പഴുത്തത് ചാടും, പച്ച. അപ്പൊ ഇങ്ങനെ 100 കണക്കിന് കോശങ്ങൾ ഇങ്ങനെ ദിവസേ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു 120 ദിവസം കൊണ്ട് നമ്മളെ കോശങ്ങൾ ഒരു ട്രിപ്പ് മാറി വരും. എന്നാൽ അങ്ങനെ മാറി വരുന്നതോടുകൂടി അസുഖം മാറുമെന്ന് ചോദിച്ചാൽ അങ്ങനെ മാറുമെന്ന് പറയാനും പറ്റില്ല. ചിലതൊക്കെ മാറും, ചില കുറച്ചുകൂടെ സമയം പിടിക്കും. ഇപ്പൊ നമ്മൾ ഒരു കൊട്ട മാങ്ങാപ്പഴം എടുത്തിട്ട് നമ്മളൊരു അതിന്റെ നടുക്കൊരു കേട് മാങ്ങ പഴം വെച്ചാലോ, അതിന്റെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അതിന്റെ മുട്ടിയിരിക്കുന്ന എല്ലാം കേടാവും അല്ലെ.
എന്ന് പറഞ്ഞാൽ നമ്മളെ കേടുള്ള കുറെ കോശങ്ങളുടെ ഉള്ളിലേട്ടാണ് ഈ പുതിയ കോശം വരുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും റിസ്റ്റ്ബാൻഡ് സമയം എപ്പോഴും കിട്ടുക, മാട്രസിന് മുകളിൽ കിടക്കുക, വാട്ടർ പേടി ചുറ്റും മാഗ്നറ്റൈസ് വെള്ളം കഴിക്കുക. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു 4 മാസം കഴിക്കുമ്പോഴേക്കും നമ്മുടെ നിലവിലുള്ള എല്ലാ കോശങ്ങളും മാറിയിട്ട് ഒരു പുതിയ കോശങ്ങൾ വരുമ്പോൾ നമുക്കത് ഇമ്മ്യൂണിറ്റി പവറുള്ള വരും. അപ്പൊ ഇമ്മ്യൂണിറ്റി പവറുള്ള കോശങ്ങൾ വരുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി കേടുകളുള്ള കോശങ്ങളുടെ ഇടയിലോട്ടാണ് ഇതും വരുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി പവറുള്ളതിന് കൂടുതലായിട്ട് കേട് ബാധിക്കാതിരിക്കും. അങ്ങനെ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം കോശങ്ങളൊന്നും മാറി വന്നിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം പിടിക്കും. അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ പോയിരിക്കും, പുതിയത് വരാതിരിക്കും, ഇമ്മ്യൂണിറ്റി പവർ കൂടി. ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങൾ. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി, അന്നേരം നമുക്ക് സെയില് വരും. പക്ഷെ ഇത് കേട്ടിരിക്കാൻ പലർക്കും മനസ്സില്ല എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള ഒരു നിലയിലാണ് പലരും വളരെ ദാക്ഷ്യത്തോടുകൂടി കേൾക്കുന്നവരുണ്ട്. ചിലർ വളരെ സാവകാശം എല്ലാം കേൾക്കും, എല്ലാം മൂളി കേൾക്കും, പക്ഷെ തള്ളിക്കളയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പൊതുവെ നമ്മൾ നോക്കിയ ഈ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെന്ന് ഇതൊക്കെ പറഞ്ഞ് ഒരു ടീം വർക്കിലൂടെ നമുക്കൊരു പിരിവിന് പോയാൽ നമുക്ക് ഒരാൾ പോയാൽ പിരിവ് കിട്ടില്ല. ഒരു 3-4 ആൾ ഒന്നിച്ചൊരു വീട്ടിലോട്ട് ചെന്നാൽ അവിടെ പിരിവ് എന്ന് പറഞ്ഞാലേ ഈ ബിസിനസ് ഒറ്റയ്ക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പലരും കേൾക്കില്ല. പക്ഷെ ഒരു ടീം വർക്കിലൂടെ നമ്മളൊരു വീട്ടിൽ പോയിട്ട് പറഞ്ഞാലോ ആളുകൾ ഇത് ശ്രദ്ധിക്കും, അവർ സാധനം ചിലപ്പോൾ ഒറ്റ തവണ എടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയണം. ഞാൻ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. എൻ്റെ സമയം ഏകദേശം ഞാൻ പറഞ്ഞൊരു ടൈമായി, ഒരു 6:50 നിർത്തണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിലോട്ട് നിർത്താൻ കാരണം ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തരും ഓരോ വിഷയമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ വരിക എന്ന് സംസാരിക്കുന്നവർക്കുള്ളൊരു ബിസിനസ് ആണ് മൾട്ടിപ്ലൈയിങ്. അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഈ ബയോട്ടോറിയം നെഞ്ചിലേറ്റി നല്ല രൂപത്തിൽ ബിസിനസ് കൊണ്ടുവരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഈ ബയോട്ടോറിയം. ഓക്കെ, താങ്ക് യു പുഷ്കർ സാർ. അതായത് ഒരു കാര്യം ഈ സൂമിൽ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ബയോട്ടോറിയം എന്ന ഈ കൺസെപ്റ്റിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വളരെ വിശദമായിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് പുഷ്കർ സാറിന്റെ ഇന്നത്തെ സബ്ജക്റ്റ്. വളരെ ഇഷ്ടപ്പെട്ടു. ലളിതമായിട്ട് മലയാള ഭാഷയിൽ വളരെ കറക്റ്റായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ളവർക്കും പഴയതായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ മോട്ടിവേഷൻ കിട്ടാവുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതിന്റെ കൂടെ തന്നെ അത്യാവശ്യം സയൻസ് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും അതായത് ഇത് പറഞ്ഞ് നമ്മൾ പഠിക്കണം. ബിസിനസ് പ്ലാനും മനോജ് സാറ് പറയുന്നത് ശരിയാണ്. അതായത് നമ്മളിത് എല്ലാ ദിവസവും കേട്ട് പഠിച്ച് എല്ലാ ലീഡേഴ്സും പറയുന്നത് അങ്ങനത്തെയാണ്. പഠിച്ചാണ് നമ്മൾ ഇതിനകത്ത് പ്രാവീണ്യം നേടുക. അതായത് പ്രാവീണ്യം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽനസ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുന്നത് ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടാണ്. അതാണ് പുഷ്കർ സാർ ഇപ്പൊ നമുക്ക് ഇവിടെ തെളിയിക്കപ്പെടുത്തി തന്നത്. അതായത് വിദ്യാഭ്യാസം ഒരു വിഷയമല്ല. അതേപോലെ തന്നെ മറ്റുള്ള ഭംഗിയോ ജാതിയോ മറ്റുള്ള ഒരു കടമ്പകളും ഇല്ല. നമുക്ക് പാറിപ്പറന്ന് ചെയ്യാവുന്ന ഒരു 9800 10,700 കൊടുത്തൊരു പ്രോഡക്റ്റ് മേടിച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളിൽ പാറിപ്പറന്ന് ചെയ്യാൻ പറ്റാവുന്ന അതിനൊരു ആർജവം ഉണ്ടാവണം. ആ ആർജവമാണ് നമുക്ക് ഇന്ന് പുഷ്കർ സാറ് നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈം അപകരിക്കുന്നില്ല. പുഷ്കർ സാറിന് ഈ കമ്മ്യൂണിറ്റിയുടെ പേരിൽ എല്ലാവരുടെ പേരിലും ഞാൻ വിനീതമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ അങ്ങേറ്റം. ഇനി അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ ഒന്നുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയാൻ എത്തണമെന്ന് ഈ അവസരത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ സംഭവത്തിലാണ്. വലിയൊരു കടലാണിത്. ഇതിനകത്തുനിന്ന് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കോരിയെടുക്കാമെന്നാണ്. മനോജ് സാറ് കുറച്ച് കോരിയെടുത്ത്, അതേപോലെ മറ്റുള്ള ലീഡേഴ്സൊക്കെ കുറച്ച് കോരിയെടുത്തിട്ടുണ്ട്. നമ്മൾ കോരിയിട്ട് കിട്ടുന്നില്ല. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ അകന്നു പോകുന്നു. കൈയൊന്ന് കൂട്ടിപ്പിടിച്ച് കോരാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഞാൻ മലയാള ഭാഷ പറയുള്ളൂ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല. അപ്പോ വലിയൊരു സംഭവം എന്നുള്ളതാണ് ഒരു മല. ആ മലം വന്ന് നമ്മള് കുറേത്തോരം മിടുക്കാണ്. ടീമിന്റെ കാര്യം പറഞ്ഞു പുഷ്കർ സാറ്. ടീമാണ് നമ്മളുടെ ജീവനാടി. പിന്നെ ടീമിനൊരു കാഴ്ചപ്പാടുണ്ടാവണം. ഇന്നത്തെ മരുമകള് നാളത്തെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ പോലെ തന്നെ 2 ആള് ലെഫ്റ്റിലും റൈറ്റിലും നമ്മുടെ ഒരാളുടെ ലെഫ്റ്റിലും വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ലീഡറാണ്. ആ വ്യക്തിക്ക് ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പ് എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് മറ്റുള്ളവരിൽ നിന്ന്
പഠിച്ച് മനസ്സിലാക്കി അതുപോലെ കൂടെ ഉള്ളവർ, അതായത് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ബിസിനസ് വേണ്ടാന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യൂന്ന്. അത് നമ്മൾ അവരോട് സമീപിക്കുന്ന സമീപനം പോലെയാണ് ബിസിനസ് അവർ ചെയ്യുക. അതായത് ഫോണിലുള്ള കളി എപ്പോഴും ശരിയാവൂല. നേരിട്ട് പോകേണ്ടോടത്ത് നേരിട്ട് പോകണം. നമ്മൾ നേരിട്ട് പോയി കണ്ടു പറയുന്നവർ നേരിട്ട് തന്നെ പോയി കണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റണമെന്നാണ് നമ്മൾ ഈ ബിസിനസിന്റെ ഫസ്റ്റ് ടാർഗറ്റ് പറയുന്നത്. അപ്പോ അങ്ങനെ പല പ്രാവശ്യവും പറയുമ്പോൾ ഈ ബിസിനസ്സിലേക്ക് അവർ വരും. പിന്നെ ചില ആളുകൾക്ക് കാശിന് ആവശ്യമില്ലാത്തവര് അവര് വരില്ല. അവരെ നോക്കണ്ട നമ്മൾ. ഇപ്പൊ ഡോക്ടേഴ്സ് ഒന്നും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കൂടുതലും. ചില ഡോക്ടർമാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവരുടെ സബ്ജക്റ്റിന് ദോഷം പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. മനുഷ്യന്റെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനെയും പ്രിവെന്റ് ചെയ്തുകൊണ്ട് മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ മരുന്നില്ലാത്തൊരു ട്രീറ്റ്മെന്റ് ഇന്ത്യ രാജ്യത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നതാണ് ഈ ബയോട്ടോറിയം മാഗ്നറ്റോ തെറാപ്പി എന്ന് പറയുന്ന ഈ സിസ്റ്റം. ഇതൊരു സയൻസ് ആണ്. അവര് ഡോക്ടർ ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ സാഗർ ജോഷി സാറും പഠിച്ചിട്ടുണ്ടത്. 10 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം റിസർച്ച് നടത്തിയിട്ട് അതിന്റെ അനന്തരഫലമായിട്ട് കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് ആണിത്. തമാശ കളിക്കുന്ന സാധനമല്ല. ലോകത്ത് നമ്മളൊക്കെ ഓരോരുത്തരും സങ്കലിപിയാൽ എഴുതപ്പെടുന്ന ആളുകളായി മാറണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പുതുതായിട്ട് വന്നവരും പഴയതായിട്ട് വന്നവരും. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പുഷ്കരൻ സാറിന് ഒന്നുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇന്നത്തെ ഈ വീണ് കിട്ടിയൊരു അവസരം, ഒരു MC എന്നുള്ളത് ഇതിനകത്തൊരു വലിയ ടാർഗറ്റ് തന്നെയാണ്. ആ സ്ഥാനം എനിക്ക് തന്ന ലീഡേഴ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെയൊക്കെ വടവൃക്ഷമായിട്ടുള്ള മനോജ് സാറിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ കൂടുതൽ മനോജ് സാറിനെ പറ്റി പറയുന്നില്ല. അപ്പോ എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരോടും ലളിതമായിട്ട് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ആര് വിളിച്ചാലും അവരോട് വളരെ ഭംഗിയായിട്ട് വിനയത്തിന്റെ ഭാഷയിൽ ചിരിച്ച മുഖം കൊണ്ട് സംസാരിക്കുന്ന മഹാവ്യക്തി. ഇതിനകത്ത് പല ആളുകളും നെഞ്ചത്തിട്ടിടിച്ച ആളുകളൊക്കെ ഇവിടെ നിന്ന് പോയി. അവരൊക്കെ ഗതികേടെന്ന് പറയണം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ബയോട്ടോറിയം, അതായത് ഈ സിസ്റ്റത്തിൽ നിന്ന്, ഈ ബയോട്ടോറിയത്തിൽ നിന്ന് പോകുന്നവര് ശാപം കിട്ടി പോകുന്ന പോലത്തെ ആളുകളാണ് അവര്. അവർക്ക് ശാപം തന്നെയാണ്. അപ്പോഴേക്കും ജീവിക്കും അവര്. അത്രയും സാധ്യത ഉള്ള ഒരു സംഭവത്തിൽ നിന്നാണ് ചില ആളുകൾ ചില കുരുട്ടുബുദ്ധി വെച്ചുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ കാരണം. അത് അവരുടെ നാശത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്തൊക്കെ തന്നെ വന്നാലും ശരിയാണ്, ഈ ബയോട്ടോറിയം മാഗ്നറ്റോ തെറാപ്പിനെ വെട്ടാനും ആ കമ്പനിയുടെ ബിസിനസ് പ്ലാനും എടുക്കുന്ന പണിക്ക് സ്പോട്ടിൽ കാശ് കിട്ടുന്ന ഒരു കമ്പനി എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവരും വളരെ ഊർജ്ജസ്വലരാവുക. കൂടെ നിൽക്കുന്നവരും അപ്പലേനും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കാണാം. നമ്മളൊരു ഫാമിലി ആണെന്നുള്ളതാണ്. നമ്മളൊരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചു പോരുന്ന ആളുകൾ എല്ലാവരും. മനോജ് സാറും നാളെ വരാൻ പോകുന്ന ആളും ഞാനും നിങ്ങളും എല്ലാവരും ഒരു കുടക്കീഴിലാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. എവിടെ പോയാലും നമ്മൾ പണിയെടുത്തെങ്കിലോ നമുക്ക് കാശ് കിട്ടുള്ളൂ. മനോജ് സാറൊക്കെ കാശുണ്ടാക്കിയത് രാത്രി കിടന്ന് വർഷങ്ങളോളം ഉറക്കമില്ലാതെയാണ്. മക്കളെയും ഭാര്യനെയും കാണാതെ ഗൾഫുകാരെക്കാൾ മോശം അവസ്ഥയിൽ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടും പട്ടിണി കിടന്നിട്ടും ഇന്ന് സൗകര്യങ്ങളായിട്ടുണ്ട്. ഇന്ന് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നമുക്ക് ഏത് നിമിഷവും. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അവരൊക്കെ ത്യാഗം അനുഭവിച്ചിട്ടാണ് ഇതിനകത്ത് കോടികൾ നേടിയത്. അതേപോലെ നമ്മളും കുറച്ച് ത്യാഗം അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ കംഫർട്ട് സോണിൽ നമ്മൾ ഇറങ്ങണം, സംസാരിക്കണം. ആരോടും സംസാരിക്കാം. നമുക്കൊരു വിലങ്ങുതടിയില്ല, നമ്മൾ ആരും അറസ്റ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മനോജ് സാറിനെ ഞാൻ ഈ സൂമിലേക്ക് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. ഓക്കെ താങ്ക് യു സലീം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നൽകുന്ന ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പുഷ്കരൻ സാറാണ് നമ്മളുമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം പരിചയപ്പെടുത്തി കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ പയ്യാവൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് ഒരു സാധാരണ പണിക്കാരനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ചുമട്ടു തൊഴിലാളിയാണ് അദ്ദേഹം. ചുമട്ടു തൊഴിലിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ അല്ലെ. നമുക്കൊരു 10 കിലോ സാധനം അടുത്ത കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ 2 വീലർ വേണം. 2 വീലറിന്റെ സൈഡിൽ വെച്ചിട്ടാണ് കൊണ്ടുവരിക അല്ലേ. നടന്നു വരില്ല. 10 കിലോ സാധനം എടുത്താൽ പോലും നടന്നു വരില്ല. ആ അവസ്ഥയിലാണ് ഒരു കിൻഡൽ അല്ലേ
ഭാരം പോലും ശരീരത്തിലേക്ക് കയറ്റി അടുത്ത കടകളിലേക്കൊക്കെ കൊണ്ട് ചാക്കുകളൊക്കെ ഇറക്കുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും. എത്ര വലിയ പ്രാരബ്ധമുള്ള ജോലിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ടും ആ ജോലി ചെയ്യുന്നത് ആ ജോലിയോടുള്ള ഒരു പൂർണ്ണ ആത്മാർത്ഥതയും കൊണ്ട് തന്നെയാണ്. ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, മഹത്വമുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു അസുഖവുമില്ല. 59 വയസ്സായി, 60ാമത്തെ വയസ്സാവാൻ വേണ്ടി പോകുന്നതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. 60 വയസ്സായ പിന്നെ ആ ജോലി ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ചട്ടക്കൂടിനകത്തുള്ളത് കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് അഡീഷണൽ ഇൻകം വേണം. അഡീഷണൽ ഇൻകത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം എത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് വന്നാൽ കാശ് കിട്ടുമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ദൈവം എവിടെയോ ഒരു സ്പാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് അദ്ദേഹത്തിന് വലിയ ഉദ്യോഗങ്ങളൊന്നും നേടാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും ബയോട്ടോറിയത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത്. കാരണം ഒരു ബയോട്ടോറിയനായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേറൊരു ലെവലാണ്. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റും ഇത്രയും നല്ലൊരു ഇൻകം പ്ലാനും അല്ലെ വേറൊരു കമ്പനിക്കും ഇന്ന് ഇന്ത്യയിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ തന്നെ എൻട്രി അടിക്കാതെ ഈ ബിസിനസിന്റെ പാട്ടാകാതെ തന്നെ അദ്ദേഹം സൂമിൽ കയറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതായിട്ട് എനിക്കിപ്പോഴും അറിയാം. പിന്നീടാണ് അദ്ദേഹം പ്രൊഡക്റ്റ് എടുക്കുന്നതും ഇതിലൂടെ വിജയിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തപ്പോൾ നേരത്തെ ചെയ്ത കമ്പനിയുടെ ഇൻകം പ്ലാനും ഇത് തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ ഇത് കൊള്ളാം, അടിപൊളിയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സജീവമായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. മലയോര മേഖലകളിൽ നല്ല ടീമിനെ ബിൽഡ് ചെയ്തു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതേപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും അതുപോലെ നിരവധി VVIPസിനെയും സാധാരണക്കാരനെയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ് ഇതിലൂടെ എനിക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നു. 30 വർഷം ചെയ്ത് ജോലി കിട്ടുന്ന ഒരു വരുമാനം 1 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന അല്ലെങ്കിൽ 2 or 3 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു അവസരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഡീപ്പ് നോളജ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. കഴിഞ്ഞ ലാസ്റ്റ് വിസിറ്റിൽ അദ്ദേഹം ടീം ഉണ്ടായിരുന്നു ബോംബെ ഓഫീസിൽ പോയപ്പോൾ. ഞാൻ മിക്കവാറും ആളുകളെ ബോംബെ ഓഫീസിൽ കൊണ്ട് കാണിക്കാറുണ്ട്. സാഗർ സാറുമായിട്ട് ഇരുത്തി സംസാരിപ്പിക്കാറുണ്ട്. അവസാനം സാഗർ സാറിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു സെൽഫി ഫോട്ടോ എടുപ്പിച്ച് വിടാറുള്ളൂ എല്ലാവരെയും കൊണ്ട്. എത്ര പേര് പോയാലും ഞാൻ സാറിനോട് പറയും 57 പേര് വരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ബാച്ചിൽ. 57 പേരെയും നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ സാറോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനോജ് ഡോണ്ട് വറി, ഞാൻ ചെയ്തോളാം. മിനിമം 1 മിനിറ്റെങ്കിലും ഒരാൾക്ക് എടുത്താൽ 1 മണിക്കൂറെങ്കിലും വേണം അല്ലെ. അത്രയും നല്ല രീതിയിൽ കമ്പനിയായിട്ടുള്ള ഒരു ബന്ധം, ആത്മബന്ധം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ ആളുകളെയൊക്കെ കൂടെ കൊണ്ടുപോയി. ഇപ്പോൾ കുറേ ആളുകൾ ഇത്രയും നാളായിട്ടും 3 വർഷമായിട്ടും 4 വർഷമായിട്ടും ഇതുവരെ ഓഫീസ് കാണാത്ത ആളുകളുണ്ട്. അവരുടെ അപ്ലൈൻ ലീഡേഴ്സ് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നില്ല. ആർക്കൊക്കെ കാണാൻ താല്പര്യമുണ്ടോ അവരെല്ലാം നമ്മൾ ബാച്ചായിട്ട് ഓഫീസിൽ വിസിറ്റ് ചെയ്യുന്നതിന് കൊണ്ടുപോകാൻ തയ്യാറാണ്. അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ ബാച്ചുകൾ ഇപ്പൊ തയ്യാറായിട്ട് വരുന്നുണ്ട്. നമ്മൾ കമ്പനി കാണുക, ഓഫീസ് വിസിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വേറെ ഒരു ലെവൽ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി വർദ്ധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കേട്ടറിവല്ല, കണ്ടറിവ്, തൊട്ടറിവ് ഇല്ലേ. നമ്മളെ ഹൃദയത്തിന് അത് ത്രസിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ടീമായിട്ട് ബാച്ചായിട്ട് അത് പ്ലാൻ ചെയ്യാന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. അപ്പൊ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമുക്ക് എങ്ങനെ വിജയിക്കണം അല്ലെ. വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏറ്റെടുക്കുന്നത് ശരിയാണോ തെറ്റാണോ, അതാണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പതിപ്പിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയണം. എന്നാൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. കൺഫ്യൂഷനാണ് പലർക്കും. ഇത് നിന്നാ വിജയിക്കോ ഇല്ലയോ, വേറെ പണിക്ക് പോകണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ. നിങ്ങളെ മനസ്സിനെ ഒരു സ്ഥലത്ത് ആദ്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി സാധിക്കണം. അല്ലാത്ത കാലത്തോളം ഇതിനകത്ത് വിജയിക്കില്ല. ചില ആളുകളുണ്ട് ബയോട്ടോറിയത്തിലൊന്ന് ജോയിൻ ചെയ്യും, 1 മാസം കഴിയുമ്പോൾ കാണാം വേറെ കമ്പനിയുടെ ലീഫ്ലെറ്റൊക്കെ ബാഗിൽ വെച്ച് നടക്കുന്നത്. മനസ്സിലായ? അത് 2 മാസം കഴിയുമ്പോൾ കാണാം അതും കഴിഞ്ഞ് വേറൊരു കമ്പനിയുടെ പിറകെ പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഇങ്ങനെ ഈ മരഞ്ചാടികളായിട്ട് ചാടിപ്പോകുന്നത്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ, നിങ്ങളൊരു കല്യാണം കഴിക്കാൻ പോവാം അല്ലെ, പെണ്ണ് കാണാൻ കുറേ സ്ഥലത്ത് പോകും, എന്നിട്ടോ അവസാനം ഒന്ന് ഫിക്സ് ചെയ്യില്ലേ അല്ലേ. അതുപോലെ ആയിരിക്കണം ഇത്. നിങ്ങൾ ബയോട്ടോറിയം ഒറ്റയടിക്കൊന്ന് ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ മറ്റ് മാർക്കറ്റിലുള്ള കമ്പനികളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും, ഏതാ നല്ലതെന്ന് പഠിക്കും, അതും ഇത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക, ഒരു സത്യസന്ധത, ഒരു നീതിബോധം, ഒരു ആത്മാർത്ഥത, ഒരു കൂറ് നിങ്ങളോട് കാണിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പലരും വരും, ഇത്രയൊന്നും പൈസയൊന്നും വേണ്ട, 2000 രൂപ അടച്ചാൽ മതി, ഞങ്ങൾക്ക് അപ്പുറം ഇപ്പുറവും ഒരാൾ വന്ന് 1000 രൂപ തരാം കേട്ടോ.
ഇത് ഭയങ്കര സംഭവമാണല്ലോ എന്ന് വിചാരിക്കും നമ്മളല്ലേ. ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലെന്നും അധികകാലം ഓടില്ലെന്നും നമ്മൾ പഠിക്കണം എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ. അവിടെയാണ് ബാറ്ററി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പഞ്ചസാര എന്നൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് എന്നാ നാക്കുകൊണ്ട് നക്കിയാൽ മധുരം കിട്ടുമോ? ഏഹ് കിട്ടില്ല. പഞ്ചസാര ഒരു ബോട്ടിലിനകത്ത് നിറച്ചു വെച്ചിട്ട് ആ ബോട്ടിലിന്റെ പുറത്തൊന്ന് നക്കിയാൽ മധുരം കിട്ടുമോ? കിട്ടില്ല. അത് സ്പൂൺ കൊണ്ടെടുത്ത് വായ്ക്കകത്തേക്ക് വെച്ചു കൊടുക്കണം, എന്നാലേ അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള മോഹന വാഗ്ദാനങ്ങളായിട്ട് കുറേ കമ്പനികൾ വന്നിട്ടുണ്ട്, വരികയും ചെയ്യും. പക്ഷെ ഇനി അധിക കാലം വരില്ല അങ്ങനെയുള്ള കമ്പനികൾ കേട്ടോ. കാരണം ഇന്ത്യയിൽ നിയമം കൊണ്ടൊന്നും മോണിറ്ററിംഗ് മെക്കാനിസം ഒന്നും കേരളത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ ഇനി വർക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക, എന്തിനാണ് ഞാൻ സെലക്ട് ചെയ്യുക, എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക. ആരോഗ്യത്തിന് വേണ്ടി മാത്രം ചെയ്തവരാണ് ഒരാൾ ഈ സൂമിൽ ഉണ്ടാവില്ല. അവരൊന്നും ഇതിനകത്ത് കയറേണ്ട കാര്യമില്ല. അവർക്ക് അസുഖം മാറി അവർ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും, വേറെ ജോലിക്ക് പോകുന്നുണ്ടാവും, ഇല്ലേ? നമ്മുടെ ഇവിടെ എന്താ പറയുക, നമുക്കൊരു എന്തൊരു പാഷനായിട്ട് ഇത് ഏറ്റെടുത്ത് നമുക്കൊരു പാസീവ് ഇൻകം വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ് രാവിലെ 5 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ടി ഇന്നത്ത് വന്നിരിക്കുന്ന ആളുകൾ, അല്ലെ? അതുകൊണ്ട് നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. വിജയിക്കണമെന്നുള്ള കുറേ കാര്യങ്ങളാണ് പുഷ്കരൻ സാർ ഇവിടെ പറഞ്ഞത്. സംസാരിക്കുക, ലിസ്റ്റ് തയ്യാറാക്കുക, ആളുകളുടെ അടുത്ത് പോയിട്ട് മുഷിപ്പിക്കാതെ സംസാരിക്കണം. നിങ്ങളുടെ അറിവൊന്നും അവിടെ പറഞ്ഞു കൊടുക്കണ്ട. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണം എന്താണെന്നാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ സാഗർ ജോഷി, മാഗ്നറ്റിക് തെറാപ്പിയും അതും ഇതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ആയുഷ് മിനിസ്ട്രിയും ഒക്കെ ഇങ്ങനെ അവിടെ പ്രബന്ധം അവതരിപ്പിച്ചാലൊന്നും അവർ മേടിക്കില്ല കേട്ടാ. അവർക്ക് ഇത് ഉപയോഗിച്ചാൽ എന്ത് ഗുണം കിട്ടും? വളരെ പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോകാൻ തിരക്കുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ അതൊന്നും കേട്ട് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ ഡെമോയും കാണിച്ച് 2 വീഡിയോയും കാണിച്ചാൽ മതി. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ പറയുന്നവർക്ക് കച്ചവടം കിട്ടുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ പോകുന്നവർക്ക്, പ്രബന്ധം അവതരിപ്പിക്കാൻ പോകുന്നവർക്ക് കച്ചവടം കിട്ടൂല. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്, അല്ലേ? ഒരു ശില്പിയുടെ മുമ്പിലേക്ക് മരത്തടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മുമ്പിൽ ഒരു മരത്തടി ഇട്ടു എന്ന് പറയാം, അല്ലേ? ഒരു ശില്പം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഓരോരുത്തരും ഓരോ ഭാവനയുണ്ട്, അല്ലേ? ചില ആളുകൾ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും, അല്ലേ? കളിമണ്ണൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് സ്കൂളുകളിലൊക്കെ മത്സരം ഉണ്ടാകും. എല്ലാവർക്കും കളിമണ്ണ് കൊടുക്കും, അല്ലേ? എന്നിട്ട് അതിൽ ഉപയോഗിച്ച് പ്രതിമ ഉണ്ടാക്കാൻ പറയും. ചില കുട്ടികൾ എന്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കും, അല്ലേ? ചില ആൾ വൈകുന്നേരം വരെ ഇരുന്നാലും ഒന്നും ഉണ്ടാവില്ല, കളിമണ്ണ് അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവും. ഇതുപോലെയാണ് സംഭവം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായ ചില കഴിവുകൾ ഉപയോഗിച്ച് കൊണ്ട് വേണം നമ്മൾ ഈ മാർക്കറ്റിംഗ് രംഗത്തേക്ക് കിടക്കുക. അത് സ്കില്ലാണ്. സ്കിൽ, ഡെവലപ്പ് യുവർ സ്കിൽ. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് വന്നോളും, നമുക്ക് വന്നോളും, ഒറ്റയടിക്കൊന്നും വരില്ല. ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ നമ്മൾ ബബ്ബ അടിക്കും. ഒരു മാസം എന്നിട്ട് പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ ചോദിച്ചു ആ ചോദ്യത്തിന് ഇന്ന ഉത്തരമാണ് കൊടുക്കേണ്ടിയിരുന്നത് കേട്ടാ, അത് വിട്ടുപോയി, അല്ലേ? എന്ന് തോന്നുന്നു നമുക്ക്. അപ്പൊ 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ 2 ചോദ്യങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഫീൽഡ് വർക്കിലൂടെ നേടേണ്ടതാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലാണ് നമുക്ക് പണം ഉണ്ടാക്കി തരുന്നത്. അറിവ് മാത്രം പോരാ, ആ സ്കില്ല് എങ്ങനെയാ നേടാൻ പറ്റുക? അത് പ്രവർത്തിക്കണം, അല്ലേ? ഒരു ആശാരിപ്പണിക്കാരൻ എങ്ങനെയാണ് സ്കില്ല് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഒരു മറ്റേ ഞാൻ ഈ പറഞ്ഞ ആൾക്കാര് അദ്ദേഹം എങ്ങനെയാണ് സ്കില്ല് ഉണ്ടാക്കുന്നത്, അല്ലേ? വർക്ക് ചെയ്താലേ സ്കില്ല് ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ സ്കില്ല് ഉണ്ടാവുമോ? സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ സൂമിൽ കയറി ഇരുന്നത് കൊണ്ട് മാത്രം പോരാ. എന്നാൽ പുഷ്കരൻ സാർ പറഞ്ഞ സൂം വളരെ പ്രധാനമാണ്. ഇവിടുന്ന് കിട്ടുന്ന എനർജി വേറെ ലെവലാണ്. അപ്പൊ ഈ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആളുകളെ കണ്ട് സംസാരിക്കണം. തെറ്റുകൾ പറ്റും. അതിന് അപ്ലൈൻ ലീഡറുമായിട്ട് ചെന്ന് ഫീൽഡിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത്. അതാണ് ഇതിന്റെ വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ ടീം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇപ്പൊ വലിയ വലിയ പണക്കാർക്ക് അവരെ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ അവിടെ ലുലു മാൾ ഉണ്ട്, അല്ലേ? യൂസഫ് സലി സാറ് വന്നിട്ടാണോ രാവിലെ ഷട്ടർ തുറക്കുന്നത്? ആണോ? കല്യാൺ സിൽക്സ് ഉണ്ട്, അല്ലേ? ജോയി ആലൂക്കാസിന്റെ ഷോപ്പുകളുണ്ട്. ഇതിന്റെ ഓണർമാർ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെ? ഇവരൊന്നല്ല, അംബാനിക്ക് ഷോപ്പുകളുണ്ട്, അദാനിക്ക് ഷോപ്പുകളുണ്ട്, ഇല്ലേ? അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ നമ്മുടെ ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. ഇപ്പൊ ഞാനൊക്കെ കാണുന്നില്ലേ വിശ്രമിക്കുന്നത്, അല്ലേ? ഞാൻ അധികം വിശ്രമമൊന്നും ഇല്ല, എല്ലാ ദിവസം യാത്രയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്നത് വരെ കഷ്ടപ്പെടാൻ തയ്യാറാകണം. അവിടെയാണ് പലരും നിർത്തിപ്പോകുന്നത് എന്നുള്ളതാണ്. അതാണ് പുഷ്കരൻ സാർ പറഞ്ഞൊരു കാര്യം. 90 days, ഒരു 90 ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് വന്ന ടീമിന് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിന്ന് ബിൽഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരും വന്നില്ലെങ്കിൽ അവർ വിചാരിക്കും ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പഴയ ജോലിക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ പോകും. അതുകൊണ്ട് അവരെ കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ഓ എൻ്റെ ജോലി പോയില്ലേ എന്നൊക്കെ പറയും പിന്നെ അവസാനം. അതുകൊണ്ട് ജോലി കളഞ്ഞിട്ട് ഒരാളെയും കൊണ്ടുവരുന്നത് ഞാൻ പറയാം. ഞാൻ ഒരാളോടും പറയാറില്ല.
നിങ്ങൾക്ക് തോന്നും നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഡെയിലി മാസം വരുമാനമൊക്കെ വരുമ്പോൾ തോന്നും എന്നാൽ പിന്നെ ഇത് തന്നെ ഇവിടെ ചെയ്താൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാലോ എന്ന് തോന്നും. അങ്ങനെയാണ് ഇപ്പം ഗീത സുരേഷ് ഒക്കെ മേഡമൊക്കെ ഇപ്പം എന്ത് ചെയ്തത്, ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന്. മനസ്സിലായ? അതാണ് ഞാൻ എപ്പോഴും പറയും പോലെ അല്ലേ, വള്ളം ഒരു കരയിൽ നമ്മൾ തെങ്ങിന് കെട്ടിയിടും വെള്ളം അല്ലേ, ആ വെള്ളത്തിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ആ വെള്ളത്തിൽ കയറി തുഴഞ്ഞത് കൊണ്ട് അക്കരെ എത്തില്ല. ആ കയർ അഴിച്ചു വിടണം. പലരെയും ഇവിടെ കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ജോലി മാത്രമല്ല, പലതരത്തിലുള്ള തടസ്സങ്ങൾ. ഇതൊന്നും നടക്കൂല, ഇതൊന്നും വിജയിക്കൂല, വേറെ ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ മതി. ഒരു സുഹൃത്തുക്കളെ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവർക്കാണ് വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുക. അപ്പോൾ പുഷ്കരൻ സാർ എന്തായാലും പാർട്ട് ടൈം ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്തായാലും നല്ല ടീമിനെ അദ്ദേഹം ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ട്, വിജയിക്കണം എന്നുള്ള ഒരു ആവേശമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ടിങ്ങിൽ. ഉള്ളിൽ ആവേശം ഉണ്ടാകണം, വിജയിക്കണം എന്നുള്ള ആവേശം ഉണ്ടാകണം. അതുള്ളവർക്കുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിലെ നമ്പർ 1 കമ്പനിയാണ് ഈ വൈറ്റോറി. ഒരു സംശയവും വേണ്ട. ഒറ്റ കാര്യം പറയാണ് ഇല്ലേ, നിങ്ങൾ വാഹനം ഓടിച്ച് റോഡിലൂടെ പോവുകയാണെന്ന് ഇരിക്കാം, അവിടെ എന്തുണ്ടാവും? സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? കൂടുതൽ വേഗത്തിൽ പോയാൽ നോട്ടീസ് വീട്ടിലേക്ക് വരും അല്ലേ? ഇപ്പൊ അങ്ങനെയാണ് സംവിധാനം. സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, ഒരു സംശയമില്ല. നമ്മളൊരു എക്സാം എഴുതുകയെന്നിരിക്കാം അല്ലേ, നമ്മൾ കുട്ടികളായ സമയത്തൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. എക്സാമിന് എന്തുണ്ട്? ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. യെസ് ഓർ നോ? കറക്റ്റ് അല്ലേ? എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. എക്സാമിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ എഴുതണം. വൈകുന്നേരം വരെ, രാവിലെ 10 മണിക്കൂറിന് വൈകുന്നേരം വരെ എക്സാം എഴുതാൻ സമ്മതിക്കുമോ? ഇല്ല. ആ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾക്ക് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കുന്ന ആളുകളാണ് വിജയിക്കുക. അവർക്കാണ് സ്കോർ കൊടുക്കുന്നത്. ടൈം ലിമിറ്റ് ഉണ്ട്, സ്പീഡ് ലിമിറ്റ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ബാങ്കിൽ നിങ്ങൾ 1 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് ഇരിക്കും. 10 മണിയാകുമ്പോൾ ബാങ്കിൽ പോയിട്ട് ബാങ്ക് മാനേജർ എൻ്റെ 1 കോടി ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടുമോ? കിട്ടില്ല. അവിടെ എന്തുണ്ട്? അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? ബാങ്കിൽ പണം ഉണ്ടെങ്കിൽ പോലും അത് വിഡ്രോ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് ഈ ജീവിതത്തിൽ, ശരിയല്ലേ? എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ മാത്രം നിങ്ങൾക്ക് ഒരു ലിമിറ്റും ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്ത് നേടാൻ പറ്റുന്നുള്ളത്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. ബാക്കി എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് അല്ലെ? റോഡിൽ സ്പീഡിന് ലിമിറ്റ് ഉണ്ട്, എക്സാമിന് ടൈമിന് ലിമിറ്റ് ഉണ്ട്, ബാങ്കിൽ ക്യാഷ് എടുക്കുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട് ഇല്ലേ? എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്വപ്നമാണോ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് നേടാൻ പറ്റും. അതിന് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അവിടെ ലക്ഷ്മണ രേഖയില്ല എന്നുള്ളതാണ്. വട്ടത്തിനകത്തല്ല, അത് പുറത്തേക്ക് നമുക്ക് എന്ത് നേടാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക. കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു സംഭവം നമ്മുടെ വീടിനടുത്ത് ചോറ്റാനിക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇല്ലേ, കോട്ടയം നവാസ് കുഴഞ്ഞു വീണ് മരിച്ചു. വളരെ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. 1 മിനിറ്റ് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിലേക്ക് വൈറ്റോറിയം എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള മരണങ്ങൾ വരും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠന റിപ്പോർട്ട് തന്നെ പറയുന്നത് 2030-35 കൂടിയിട്ട് ഈ ഭൂമിയിൽ ഏകദേശം 50 കോടി ജനങ്ങൾ നാമാവശേഷമാകുന്നുള്ള പുതിയ പഠന റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ സൂചനകൾ തന്നെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിലും ഈ കുഴഞ്ഞു വീണ് മരണത്തിലൂടെ സംഭവിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. എല്ലാവരും വാങ്ങണമെന്നില്ല, എന്നാലും അറിവുകൾ പകരാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നണി പോരാളികളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ റിസൾട്ട് പറയുന്ന ദിവസമാണ്, ഞായറാഴ്ച. എല്ലാവരും അവനവന് കിട്ടിയ റിസൾട്ട് സംസാരിക്കണം ഇവിടെ വന്നിട്ട്. അവിടെ വെറുതെ നോക്കുകുത്തികളായിട്ട് നിൽക്കരുത്. പഴയ ആളൊന്നും പുതിയ ആളൊന്നും ഇല്ല, തുറന്ന് നാളെ പറ അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞോളും റിസൾട്ടുകൾ. അതോടൊപ്പം നാളത്തെ പ്രോഗ്രാമിൽ പുതിയ ആളുകളെ പങ്കെടുപ്പിക്കാം. നിങ്ങൾക്ക് പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ റിസൾട്ട് പറയുമ്പോൾ അവർക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന ആൾക്ക് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇത് വാങ്ങാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും, പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിന്റെ സയൻസോ പ്രൊഡക്റ്റോ ഒന്നും പറയണ്ട,
എനിക്ക് ഇന്ന് ഈ അസുഖം മാറിയെന്ന് ഒരാൾ കോട്ടയത്ത് നിന്ന് പറയാണ്, വേറൊരാൾ കൊല്ലത്തുനിന്ന് ഒരാൾ പറയുന്നത് ഇന്ന ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഇന്ന് ഗുണം കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ നാളെ പുതിയ ഗസ്റ്റുകളെയും കൂടി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്നും കൂടി അറിയിക്കുകയാണ്. നാളത്തെ പ്രോഗ്രാം വലിയൊരു വൈബാക്കി മാറ്റണം. തിങ്കളാഴ്ച കോട്ടയം BOP ആണ്. പിക്കുകൾ എല്ലാവർക്കും കിട്ടിക്കാണും. പരമാവധി ഗസ്റ്റുകളെ അവിടെ എത്തിക്കണം. ചൊവ്വാഴ്ച തൃശ്ശൂർ BOP ആണ്. വ്യാഴാഴ്ച കണ്ണൂർ BOP ആണ്. ശനിയാഴ്ച എറണാകുളം NDOP ആണ്. അടുത്ത ആഴ്ച 4 പ്രോഗ്രാം ഓൾറെഡി ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ടീം പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. നാളെ കൊട്ടാരക്കര പ്രോഗ്രാം ഉണ്ട്, പെരിന്തൽമണ്ണ പ്രോഗ്രാം ഉണ്ട് ഇന്ന്. അതുകൊണ്ട് ഓരോ ടീമിൻ്റെതും പ്രോഗ്രാം പല പല ഭാഗങ്ങളിലായിട്ട് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചതിനപ്പുറം ബയോട്ടോറിയം സെക്കൻഡ് ഫേസിലേക്ക് കടന്നിരിക്കുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, മനസ്സിലായ വലിയ വരുമാനത്തിലേക്ക് ഓരോ ആളുകളും ദിവസം ഇപ്പം നല്ല വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ടീം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക. ഒരു സംശയവും വേണ്ട. നമ്മുടെ റീപർച്ചേസ് കൂടി വന്നതോട് കൂടിയിട്ട് ഇന്ന് നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി. നിങ്ങളുടെ ID തുറക്കുമ്പോൾ 28ാമത്തെ ഓപ്ഷനിൽ ചെല്ലുക. എന്നിട്ട് അവിടെ കാണിക്കുന്ന അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്, റീപർച്ചേസ് ബോണസ് നോക്ക്. ഇപ്രാവശ്യം ചെറിയ വരുമാനങ്ങൾ വന്നിട്ടുണ്ടാവുമെങ്കിലും അടുത്ത മാസം ആകുമ്പോഴേക്കും അതൊരു വലിയ ഇൻകത്തിലേക്ക് എത്തും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു മാസം ഏകദേശം 38 ലക്ഷം രൂപയോളം സെൽഫ് റീപർച്ചേസിലൂടെ നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ. ഇന്നലെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഒത്തിരി പ്രൊഡക്ട്സുകൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വരാൻ വേണ്ടി പോവാ. A to Z ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ബയോട്ടോറിയത്തിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി പോവുക. അതുകൊണ്ട് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളൊരു വേൾഡ് ക്ലാസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിന് തുല്യമാണ് സെൽഫ് റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ അവർക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ വീടുകളിലേക്ക് വാങ്ങി വിൽപ്പന നടത്തുന്ന ആളുകളുണ്ടാവും. ഒക്കെ വാങ്ങുമ്പോൾ അറിയാതെ ഒരു വരുമാനം കിട്ടും. റിക്രൂട്ട്മെന്റ് എപ്പോഴും നടക്കണമെന്നില്ല, എപ്പോഴും ആളുകളെ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ വന്ന ആളുകളെ ചേർത്ത് പിടിച്ച് ഒരു 100 പേരുടെ ടീമാണെങ്കിൽ 100 പേര്, 200 പേരുടെ ടീമാണെങ്കിൽ 200 പേര് റിക്രൂട്ട്മെന്റ് നടന്നോളൂ സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ടീം ഉണ്ടെങ്കിൽ പോലും മാസം ഒരു ജോലിക്ക് പോകുന്നതിനേക്കാൾ വലിയൊരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള വേൾഡ് ക്ലാസ് റീപർച്ചേസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ പല ഭാഗങ്ങളിലും കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ റീപർച്ചേസ് ഇൻകം കിട്ടിയ ആളുകളുണ്ട്. ഇപ്പോൾ 30 ദിവസമായിട്ടുള്ളൂ അല്ലെ. 2 ലക്ഷം കിട്ടിയ ആളുകളുണ്ട്. 30,000, 40,000, 50,000, 20,000, 10,000 ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ മാസം നിങ്ങൾ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ മാസം അവസാനിക്കുമ്പോൾ എൻ്റെ റീപർച്ചേസ് ഇൻകം ഇത്ര രൂപയുണ്ടാവും, എൻ്റെ ടോട്ടൽ ഇൻകം ഇത്ര രൂപയുണ്ടാവും എന്നുള്ളൊരു നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും കഴിവും നിങ്ങൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ ബയോട്ടോറിയം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.